താങ്കൾക്കെതിരെ ഒരു 500 കോടിയുടെ അഴിമതി ആരോപണം കഴിഞ്ഞ ദിവസം ഒരു പരാതി വന്നിട്ടുണ്ട്. അത് കോൺഗ്രസ്സുകാരല്ലേ? നിങ്ങൾ ഏതാ ചാനൽ? അഭിഭാഷകൻ സന്തോഷം. അതിനെന്താ അങ്ങയുടെ ഒരു അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യൂ. കൈരളി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. ഇത് ഈ മാസം 16-ന് കേരളത്തിൽ കൈരളി ന്യൂസ് ആദ്യം പുറത്തുവിട്ട BJP സംസ്ഥാന അധ്യക്ഷനും കുടുംബത്തിനുമെതിരായ 500 കോടിയുടെ 175 ഏക്കർ ഭൂമിയുടെ കുംഭകോണ വാർത്തയാണ്. രാജീവ് ചന്ദ്രശേഖർ തന്നെ പിറ്റേന്ന്, അതായത് ഒക്ടോബർ 17-ന് പ്രതികരിച്ചത്. ഞങ്ങൾ കൈരളി ന്യൂസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും രാജീവ് ജി, അത് വരും ദിവസങ്ങളിൽ കൂടി കണ്ടോളൂ. സംസാരം ലക്ഷണമൊത്ത മലയാള ഭാഷയിലല്ലെങ്കിൽ പോലും ലക്ഷണമൊത്ത ഒരു വൻ അഴിമതിയാണ് BJP സംസ്ഥാന അധ്യക്ഷനെതിരെ ആരോപണവും പരാതിയുമായി എത്തുന്നത്. ഒരു ചാനൽ മുതലാളി കൂടിയായ രാജീവ് ചന്ദ്രശേഖറിനെതിരായ കുംഭകോണം കൈരളി ന്യൂസ് വാർത്തയായി നൽകി. ഇനിയും അഴിമതികൾ പുറത്തു കൊണ്ടുവരിക തന്നെ ഞങ്ങൾ ചെയ്യുകയും ചെയ്യും. മുണ്ട് മടക്കിക്കുത്താനും ചോദ്യങ്ങൾ ചോദിക്കുന്ന മാധ്യമപ്രവർത്തകയോട് മോശമായി പെരുമാറാനും മാത്രമല്ല വിദഗ്ധമായി അടിച്ചുമാറ്റാനും അറിയാമെന്ന് സോഷ്യൽ മീഡിയയിൽ ട്രോളുകളും രാജീവ് ചന്ദ്രശേഖറിനെതിരെ സജീവം. പക്ഷേ ഇത്ര ദിവസം പിന്നിട്ടിട്ടും BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഉടമസ്ഥതയിലുള്ള ചാനലിന് ഇത് വാർത്തയേ അല്ല, ചർച്ചയുമല്ല. ഗ്രാമങ്ങളുടെ കണക്ക് പറഞ്ഞ് കുറ്റം ചെയ്യാത്തവരെ പുകമറയിൽപ്പെടുത്താനും ഇല്ലാത്ത സമൻസിൻ്റെയും കെട്ടുകഥകളുടെയും ഒക്കെ പേരിൽ നിലവാരത്തിൽ ഉഴുതുമറിയാനും അന്തിച്ചർച്ചകളുടെ ഹോട്ട് സീറ്റിൽ ഞെരിഞ്ഞമർന്ന് ആശ്വാസം കാണുന്ന ഏഷ്യാനെറ്റെ, നിങ്ങളുടെ മുതലാളിയെക്കുറിച്ച് പ്രചരിക്കുന്ന ഈ വസ്തുതകൾ നിങ്ങൾ കാണുന്നുണ്ടോ? ഇത് നിങ്ങൾ എപ്പോൾ ചർച്ച ചെയ്യും? കൈരളി ന്യൂസ് ദിവസങ്ങൾക്ക് മുമ്പ് നൽകിയ രാജീവ് ചന്ദ്രശേഖറിൻ്റെ കുംഭകോണ വാർത്തയോട് ആദ്യം മൗനം പാലിച്ച ചിലർ ബിഗ് ബ്രേക്കിംഗ് ആക്കി ഇന്ന് രംഗത്തെത്തിയതിൽ സന്തോഷം. എള്ളോളം താമസിച്ചാലും ചെയ്തല്ലോ, നല്ല നമസ്കാരം. സന്ദീപ് വാര്യർ എന്ന മുൻ BJP നേതാവ് ഒരു FB പോസ്റ്റ് കൂടി ഇട്ടിട്ടുണ്ട്. മുതലാളി മാരാർജി ഭവൻ കൂടി അടിച്ചു മാറ്റാതെ നോക്കിക്കൊള്ളൂ BJPയെ എന്ന്. എന്തായാലും കുംഭകോണത്തിൽ പരാതിക്കാരനായ അഭിഭാഷകന്റെ പ്രതികരണം കൂടി വരുന്നുണ്ട്. കേസ് പിൻവലിക്കാനും സമ്മർദ്ദവും ഭീഷണിയും ഒക്കെ ഉണ്ടെന്ന്. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക സർക്കാർ ഇതിൽ പരാതിക്കാരനെ വേണ്ടവണ്ണം പിന്തുണയ്ക്കാത്തതെന്ത് എന്ന ചോദ്യത്തോടെയാണ് നമുക്ക് ചർച്ച തുടങ്ങാനാകുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്ന അതിഥികളെ പരിചയപ്പെടാം. അഡ്വക്കേറ്റ് KS അരുൺകുമാർ, CPIM നേതാവ്. വസന്ത് സിറിയക്, കോൺഗ്രസ് നേതാവ്. M ജയചന്ദ്രൻ, മാധ്യമപ്രവർത്തകൻ. ഒപ്പം BJP സഹയാത്രികനും രാഷ്ട്രീയ നിരീക്ഷകനുമായ മിഥുൻ വിജയകുമാർ എന്നിവരാണ്. ആദ്യം ശ്രീ മിഥുൻ വിജയകുമാറിലേക്ക്. മിഥുൻ വിജയകുമാർ, താങ്കൾ ഈ വാർത്ത കണ്ടിരിക്കും. കൈരളി ന്യൂസ് ഒരാഴ്ചയ്ക്ക് മുമ്പ് നൽകിയതാണ്. അതിലിപ്പോൾ വ്യാപകമായ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ ട്രോളുകൾ സജീവമാവുന്നുണ്ട്. മാത്രമല്ല, ഏറ്റവും ഒടുവിൽ ഇതാ സന്ദീപ് വാര്യർ എന്ന മുൻ BJP നേതാവ്, ഇപ്പോഴത്തെ കോൺഗ്രസ് നേതാവ്, ഒരു FB പോസ്റ്റ് കൂടി ഇട്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതേക്കുറിച്ച് താങ്കൾ എങ്ങനെ കാണുന്നു, എന്ത് കാണുന്നു? നോക്കൂ, ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും കാണാനില്ല. താങ്കളും ഞാനും ഡിസ്കസ് ചെയ്ത ചർച്ച ഈ ഒരു ന്യൂസ് ആണെങ്കിൽ അത് കർണാടകത്തിലെ ഒരു ഫ്രോഡ്, ഒരു ഒന്നാന്തരം ഫ്രോഡ് രാജീവ് ചന്ദ്രശേഖറിന് നേരെ നൽകിയ ഒരു പരാതി കോടതിയിൽ കൊടുത്തൊരു ഫ്രോഡ് എന്ന് ഉദ്ദേശിച്ചത് ആരെയാണ്? കേട്ടില്ല. ഫ്രോഡ് എന്ന് ഉദ്ദേശിച്ചത് ആരെയാണ്? ജഗദീഷിനെ. ജഗദീഷ് എന്ന് താങ്കളുടെ വാർത്തയിൽ പലപ്പോഴും വരുന്ന അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ. ആ ജഗദീഷ് ഒരു ഒന്നാന്തരം ഫ്രോഡാണ് എന്ന് താങ്കൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. പക്ഷെ കർണാടകത്തിൽ ഈ വാർത്തയ്ക്ക് ഒരു പ്രസക്തിയില്ല. നാഷണൽ മീഡിയക്ക് പ്രത്യേകിച്ച് ഇതിൽ താല്പര്യമില്ല. പക്ഷെ കൈരളി പോലെ 1-2 ചാനലും ഈ വാർത്ത എടുക്കുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖരനെ എന്തോ വലിയ ഒരു ലാൻഡ് ഡീലിൽ പെടുത്തി എന്ന രീതിയിലൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പം ഈ വാർത്തയാണ് താങ്കൾക്ക് ഈ പറഞ്ഞ പോലെ ഈ ഒരു ചർച്ചയ്ക്ക് ആധാരമായത് എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇതാണല്ലോ താങ്കൾ എന്നോട് ഡിസ്കസ് ചെയ്ത വിഷയം. അപ്പോ ഈ വിഷയമാണെങ്കിൽ താങ്കൾ മനസ്സിലാക്കിയിട്ടൊരു കാര്യം, ഇത് കർണാടകത്തിലെ ജഗദീഷ് എന്ന് പറയുന്നത് ഒരു ഒന്നാന്തരം ഫ്രോഡാണ്. അദ്ദേഹത്തിന് ബാർ കൗൺസിലിന്റെ പോലും ഇല്ല എന്ന കാര്യം മനസ്സിലാക്കണം. താങ്കൾക്ക് ഞാൻ വേണമെങ്കിൽ ഒരു കോർട്ട് ഓർഡർ വായിച്ചു തരാം. അതില് പറയുന്നൊരു കാര്യമുണ്ട്. ഇത് അമരാവതി മീൻസ് ഹൈക്കോർട്ട്, ആന്ധ്രാപ്രദേശ് ഹൈക്കോർട്ടിന്റെ ഒരു ഉത്തരവാണ്. അതിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇറ്റ് ഇസ് നോട്ടിഫൈഡ് ഫോർ ജനറൽ ഇൻഫർമേഷൻ
ഞാൻ പറഞ്ഞത് ഇത് താങ്കളുടെ ഈ PCR ഓഡിയോ എനിക്ക് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആരും ഇടയ്ക്കിടയ്ക്ക് അത് ശരിയാക്കാം. അലർട്ട് PCR. ഓക്കെ, താങ്കൾ കണ്ടിന്യൂ. ഞാൻ ഈ ഒരു കാര്യം വായിച്ചോട്ടെ. It is hereby notified for general information that pursuant to the order dated 23/3/2024 passed by the Enrollment Committee of Bar Council of Delhi and same was approved by the Bar Council of Delhi meeting held on 5/4/2024. ഞാൻ ഒന്ന് വായിച്ചോട്ടെ, പറയൂ, ഒന്ന് കേൾക്കൂ. The license to practice of Mr. K.N. Jagdish Kumar, അദ്ദേഹത്തിന്റെ അഡ്രസ് ഒക്കെ പറഞ്ഞുകൊണ്ട്, has been suspended from practice as an advocate in or before any court of law pursuant to verification of 12th class certificate. അതായത് 12ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന് പറയുന്ന കോടതിയുടെ ഉത്തരവുണ്ട്. ഇദ്ദേഹത്തിന്റെ 12ാം ക്ലാസ്സിന്റെ സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന് പറയുന്ന കോടതി ഉത്തരവുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ബാർ കൗൺസിലിന്റെ അദ്ദേഹത്തിന്റെ ഈ നിയമത്തിന്റെ ബിരുദം തന്നെ ഏത് സംസ്ഥാനത്തെ കോടതിയുടെ ഉത്തരവാണ് താങ്കൾ വായിച്ചത് ഈ കർണാടകയിലെ അഭിഭാഷകനെ സംബന്ധിച്ച്? സോറി, എവിടുത്തെ ഉത്തരവാണ്, ഏത് സംസ്ഥാനത്തിലെ ഉത്തരവുകളെ സംബന്ധിച്ചാണ് താങ്കൾ ഇപ്പോൾ വായിച്ചത്? എനിക്ക് ക്ലിയർ ആയില്ല. ആന്ധ്രാപ്രദേശ്, കർണാടകയിലെ അഭിഭാഷകനെ സംബന്ധിച്ച്. ഓക്കെ, കംപ്ലീറ്റ് ചെയ്യും. അതിന്റെ തുടർച്ചയായിട്ട് വായിക്കാം. ഹാസ് ബീൻ സസ്പെൻഡഡ് ഫ്രം പ്രാക്ടീസ് ആസ് ആൻ അഡ്വക്കേറ്റ് ഇൻ ഓർ ബിഫോർ എനി കോർട്ട് ഓഫ് ലോ പെർസുവന്റ് ഇൻ വെരിഫിക്കേഷൻ ഓഫ് 12th ക്ലാസ് സർട്ടിഫിക്കറ്റ് വിച്ച് വാസ് ഫൗണ്ട് നോട്ട് ജെനുവിൻ. അതായത് അതിനർത്ഥം അദ്ദേഹത്തിന്റെ 12ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് പോലും ജെനുവിൻ അല്ല. അങ്ങനെയുള്ള ഒരു വ്യക്തി ഈ കർണാടകത്തിലെ ബിഗ് ബോസിലൊക്കെ അദ്ദേഹം വന്നിട്ടുണ്ട്. വലിയ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. അവിടെ സ്ത്രീയെ ഫിസിക്കലി അസോൾട്ട് ചെയ്യാൻ നോക്കി. കർണാടകത്തിലെ പല വിഷയങ്ങളിലും അദ്ദേഹം എന്താ പറയാ ഇതുപോലുള്ള പല വിഷയങ്ങളിലും ഫേമസ് ആണ്, ഇൻഫേമസ് ആണ് ആക്ച്വലി. ആളുകൾ കൈകാര്യം ചെയ്യാൻ നോക്കിയ ആളാണ്. അങ്ങനെയൊക്കെ ഉള്ള ഒരു വ്യക്തി ഈ രാജീവ് ചന്ദ്രശേഖരൻ നേരെ ഒരു കേസുമായി വരുമ്പോ അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ. അത് ഈ പറഞ്ഞ പോലെ ഒരു പബ്ലിക്കിൽ ഒരു ഹൈപ്പ് ഉണ്ടാക്കുക, ഒരു 4 പേര് എന്താ പറയുക ചർച്ച ചെയ്യുക. ഇപ്പോ താങ്കൾ ഫോക്കസ് ചെയ്യുന്നത്, ശ്രീ മിഥുൻ, താങ്കൾ ഫോക്കസ് ചെയ്യുന്നത് ഈ അഭിഭാഷകന്റെ ക്രെഡിബിലിറ്റിയെ സംബന്ധിച്ചാണ്, അല്ലെങ്കിൽ അഭിഭാഷകന്റെ പ്രവൃത്തികളെ സംബന്ധിച്ചാണ്. നമ്മൾ ആ അഭിഭാഷകനെ പെണ്ണാലോചിക്കാനല്ലല്ലോ ഇരിക്കുന്നത്. നമ്മൾ ആ അഭിഭാഷകൻ പറഞ്ഞ കാര്യം, പരാതിയിലെ മെറിറ്റ് പരിശോധിക്കൂ. കർണാടക ഇൻഡസ്ട്രിയൽ ഏരിയ ഡെവലപ്മെന്റ് ഇതുമായി ബന്ധപ്പെട്ട് നൽകിയ ഭൂമി അടിച്ചു മാറ്റിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ 500 കോടിയുടേത്, അത് അദ്ദേഹത്തിൻ്റെ പരാതിയിൽ കൃത്യമായി നിരത്തുന്നുണ്ട്. താങ്കൾക്ക് വേണമെങ്കിൽ ഞാനത് അയച്ചു തരാം. അജിംഷാദേ, ഈ പരാതി അദ്ദേഹം ആർക്കാ കൊടുത്തത്? വല്ല പോലീസിനെ കൊടുത്ത റിട്ടൺ കംപ്ലൈന്റിന്റെ കോപ്പിയാണോ താങ്കളുടെ ചാനലൊക്കെ കാണിക്കുന്നത്? FIRന്റെ കോപ്പിയാണോ കാണിക്കുന്നത്? അല്ലെ മജിസ്ട്രേറ്റ് കോടതിയിലെ സെക്ഷൻ 156 CRPC പ്രകാരം കൊടുത്ത പരാതിയാണോ? അദ്ദേഹം ഹൈക്കോർട്ടിൽ ഫയൽ ചെയ്ത പരാതിയാണോ? അല്ലെ റിട്ട് ആണോ? അദ്ദേഹം ഫയൽ ചെയ്ത PALന്റെ കോപ്പിയാണോ? ഇതൊന്നും അല്ല. അത് ഒരു കത്തയക്കാണ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്കും ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസും പിന്നെ CBI ഡയറക്ടറെയും അതിൽ ടാഗ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ മാത്രം ഇതെല്ലാം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു, നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുന്നു. അത് എന്താ പറയാ ഈ ആളുകളെ ഒരു തരം തെറ്റിദ്ധാരണയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് കർണാടകത്തിലെ നെലമംഗല എന്ന് പറയുന്ന സ്ഥലം നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നെലമംഗലയിൽ എങ്ങനത്തെ ഒരു പ്രശ്നം നടക്കുന്നതായിട്ട് അവിടുത്തെ ആർക്കും അറിയില്ല. ഇയാൾ എവിടെ നിന്ന് കുത്തിപ്പൊക്കി കൊണ്ടുവന്നു എനിക്കറിയില്ല. അപ്പോ നെലമംഗല ഭാഗത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇതിന്റെ ഇനി യഥാർത്ഥത്തിൽ നമ്മൾ ഇദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും മെറിറ്റ് ഉണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ ഞാൻ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ പോലും ഈ സുപ്രീം കോടതി ഈ ഡീല് ക്ലിയർ ചെയ്താണല്ലോ. 1990 തന്നെ ഇത് ചർച്ചാ വിഷയമായതാണ്. കമ്പനിക്ക് എല്ലാ ലാൻഡ് ഡീൽ റൈറ്റ്സും ഉണ്ട് എന്ന് സുപ്രീം കോടതി പറയുന്ന ഒരു ഓർഡർ അവിടെ ഉണ്ടല്ലോ. മാത്രമല്ല അവർക്ക് സെയിൽ ഡീഡും ഉണ്ട്. അവർക്ക് ഈ പറഞ്ഞ പോലെ 13 വർഷത്തിന് ശേഷം അഗ്രിമെന്റ് പ്രകാരം അതിനുള്ള ഫുൾ റൈറ്റ്സ്. എങ്ങനെ സെയിൽ ഡീഡ് കിട്ടും? അതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടണ്ടേ? അല്ല അങ്ങനെ ഒരു ഒന്നാമത്തെ കാര്യം, ഇത് കോടതി ആക്സെപ്റ്റ് ചെയ്യോ അല്ലെങ്കിൽ ഇതിലൊരു അന്വേഷണം നടക്കുമോ എന്ന കാര്യത്തിൽ പോലും സംശയമാണ്. കാരണം ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ ഒരു എന്താ പറയാ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്കോ അല്ലെങ്കിൽ ഹൈക്കോടതിയിലെ ജസ്റ്റിസിനെ മാർക്ക് ചെയ്തുകൊണ്ട് ഒരു ലെറ്ററോ അല്ലെങ്കിൽ എന്തെങ്കിലും അയക്കാം. അതിന് എന്തെങ്കിലും വാലിഡിറ്റി ഉണ്ടോ? അങ്ങനെയാണോ കേസ് ഫയൽ ചെയ്യുക? ഒരു പ്രോപ്പർ ആയിട്ടൊരു കംപ്ലൈന്റ് പോലും ഇയാൾ കൊടുത്തിട്ടില്ല. പക്ഷെ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുകയാണ്. കാരണം ഇവിടെ രാജീവ് ചന്ദ്രശേഖരന്റെ ക്രെഡിബിലിറ്റി തകർക്കണം. കാരണം രാജീവ് ചന്ദ്രശേഖർ ഇവിടെ കേരള ഗവൺമെന്റിനെ
പ്രതിക്കൂട്ടിലാക്കുന്ന പല വിഷയങ്ങളും ഇപ്പോൾ ഉന്നയിക്കുന്നുണ്ട്. ശബരിമല വിഷയത്തിൽ കേരള ഗവൺമെന്റ് എന്തിനാണ് ഇതിൽ പിടിച്ചിരുന്നത്? കർണാടകയിലെ ഒരു അഭിഭാഷകൻ ഇതുമായി ബന്ധപ്പെട്ട വസ്തുതകൾ നിരത്തി ഒരു പരാതി കൊടുക്കുന്നു, അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ഇതിനെ കേരള ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെടുത്തുന്ന വിചിത്രമായ ബന്ധമാണല്ലോ മിഥുൻ. ആ വസ്തുതകൾ ഞാൻ താങ്കൾക്ക് ആ പരാതി അയച്ചു തരാം. ആ വസ്തുതകൾ താങ്കൾ പരിശോധിച്ച് നോക്കൂ. അതായത് ഈ 95 കർഷകരിൽ നിന്ന് 175 ഏക്കർ ഭൂമി എടുത്ത് ഓരോ ലക്ഷം രൂപ കൊടുത്ത് ഈ കർഷകരിൽ നിന്ന് ഭൂമി എടുക്കുന്നു. 95 മെയ് 23 BPL കമ്പനിക്ക് ഇത് കൈമാറ്റം ചെയ്യുന്നു. അതിനുശേഷം 2024 വരെ ഇതിനകത്ത് ഒരു ഇടപാടും ചെയ്തിട്ടില്ല. ഇത് ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടി നൽകിയതാണ്. അങ്ങനെയാണ് എങ്കിൽ എങ്ങനെ ഈ വിധത്തിൽ കാര്യങ്ങൾ മാറുമെന്നുള്ളതല്ലേ പരിശോധിക്കേണ്ടത്? സെയിൽ ഡീഡ് എങ്ങനെ ഉണ്ടായി? ഈ സംഭവം നടന്നതാണല്ലോ. ഈ പരാതി കൊടുത്തയാൾ 12ാം ക്ലാസ് പോലും വ്യാജ സർട്ടിഫിക്കറ്റ് കാണിച്ചുകൊണ്ട് ഈ സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറയണ്ടെന്നേ. ഈ ഇവിടെ ഇല്ലാത്ത യൂണിവേഴ്സിറ്റിയുടെ പുറത്ത് ഡിഗ്രി സർട്ടിഫിക്കറ്റ് വരെ കാട്ടിയവർ ഇവിടെ വളരെ പ്രധാനപ്പെട്ട പദവികളിൽ ഇരിക്കുന്നുണ്ടല്ലോ. നമ്മൾ അദ്ദേഹത്തിലേക്ക് നോക്കണ്ട. അദ്ദേഹം ഇപ്പോൾ ചീഫ് ജസ്റ്റിസിനും CBIക്കും കർണാടക സർക്കാരിനും അയച്ച പരാതി നോക്കൂ, അതിലെ മെറിറ്റ് നോക്കൂ ശ്രീ മിഥുൻ. കേസിന്റെ മെറിറ്റ് ആണ് നോക്കേണ്ടത്. കേസ് ആർക്കാ കൊടുത്തത്? ഒരു പരാതി കൊടുത്തോ? ഒരു FIR കൊടുത്തോ? കോട്ടയം ഒരു മജിസ്ട്രേറ്റ് കോടതിയിലെങ്കിലും പോയോ? എവിടെയും പോയിട്ടില്ല. ഇയാളൊരു കത്ത് അയക്കാണ്. എനിക്ക് വേണമെങ്കിൽ അയക്കാം, താങ്കൾക്ക് വേണമെങ്കിൽ അയക്കാം. പക്ഷെ അതിലെ വസ്തുതയോ ഈ കർണാടക ഇൻഡസ്ട്രിയൽ ഏരിയ ഡെവലപ്മെന്റ് PR ക്യാമ്പയിൻ ആണ്. ഇത് മനസ്സിലാക്കുന്നില്ലേ താങ്കൾ? അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ KIAD എന്ന സ്ഥാപനം, കർണാടക സർക്കാരിന് കീഴിലുള്ള സ്ഥാപനം ഏറ്റെടുക്കുന്ന ഈ ഭൂമി എങ്ങനെ BPL ഉടമയ്ക്ക് സെയിൽ ഡീഡോടുകൂടി കൈമാറുന്നു? ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടി നൽകിയതിൽ ഒരു ഇൻഡസ്ട്രിയൽ പർപ്പസുകളും നടത്താതിരുന്നിട്ട് ആ ഭൂമി 2024 എങ്ങനെ കൈമാറ്റം ചെയ്യുന്നു? കർഷകരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച ഭൂമി, അതിന് രേഖകളുണ്ട്. ഇത് ഇയാൾക്ക് ഈ BPL കമ്പനിക്ക് കൈമാറിയതിന് രേഖകളുണ്ട്. മാത്രമല്ല ഈ BPL കമ്പനി ഈ രീതിയിൽ നിരവധി പേർക്ക് വിറ്റതിന് രേഖകളുണ്ട്. അങ്ങനെ ഉള്ളപ്പോൾ എവിടെയാണ് ഇനി അധികമായി രേഖകൾ വേണ്ടത് ശ്രീ മിഥുൻ? 1990 കമ്പനിക്ക് ലാൻഡ് ഡീലിനുള്ള എല്ലാ റൈറ്റ്സും ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതി ഓർഡർ ഉണ്ട് അജിംഷാദെ. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് കമ്പനി അത് സെയിൽ ചെയ്യണോ എന്ത് ചെയ്യണോ എന്ന് തീരുമാനിക്കുക. ഈ പറയുന്ന വ്യക്തി, താങ്കൾ ഈ സൂചിപ്പിക്കുന്ന വ്യക്തി ഉണ്ടല്ലോ, അദ്ദേഹം 12ാം ക്ലാസ് പോലും ക്ലിയർ ചെയ്തിട്ടില്ല. എന്നിട്ടാണ് അദ്ദേഹം വക്കീൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ടാഗും വെച്ചുകൊണ്ട് നടക്കുന്നത്. അത് ഫേക്ക് ആണെന്ന് കോടതി തന്നെ പറയുന്നു. അപ്പൊ ഒരു ഫേക്ക് കംപ്ലൈന്റ്. പരാതി അതാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വിവാഹാലോചന അല്ലല്ലോ നമ്മൾ നടത്തുന്നത്. അദ്ദേഹം എന്തോ ആയിക്കോട്ടെ, എന്താണ് പറഞ്ഞത്, അതിലെ വസ്തുത എന്താണ്, അതിൽ രാജീവ് ചന്ദ്രശേഖരൻ കുടുംബവും ചെയ്ത കാര്യങ്ങൾ എന്താണ്, അതല്ലേ നമ്മൾ നോക്കേണ്ടതുള്ളൂ. ഇപ്പോൾ സർട്ടിഫിക്കറ്റിന്റെ 12ാം ക്ലാസിന്റെ സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് പോലും ഇല്ലാത്ത യൂണിവേഴ്സിറ്റിയുടെ പുറത്ത് വാങ്ങിയ ആൾക്കാർ വളരെ പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുകയാണ് രാജ്യത്ത്. അതുകൊണ്ട് അതൊരു വിവാദ വിഷയമാക്കേണ്ടതില്ല ആ രീതിയിൽ. ഞാൻ തിരിച്ചെത്താം. ഏതോ ഒരു വ്യാജൻ ഇതിനു മുമ്പ് തന്നെ സുപ്രീം കോടതി ക്ലിയർ ചെയ്ത ഒരു ഡീലിനെ കുറിച്ച് കൊടുത്തൊരു പരാതി, അയാൾക്കൊരു പബ്ലിക് അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. അയാൾ ഈ ബിഗ് ബോസിലൊക്കെ വന്നുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണിത്. ഒരു സ്ത്രീയെ ഫിസിക്കലി അസോൾട്ട് ചെയ്യാൻ നോക്കുന്നു, പല നേതാക്കളുടെ പേരിലും വ്യാജ പരാതികൾ കൊടുക്കുന്നു, അതിന്റെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു, കോടതിക്കകത്ത് പ്രശ്നം ഉണ്ടാക്കുന്നു, കോടതിക്കകത്ത് ഫിസിക്കൽ അസോൾട്ട് നടത്തുന്നു. അങ്ങനെയൊക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു വ്യക്തിയാണ്. അയാളുടെ ഒരു ക്രെഡിബിലിറ്റി ഇല്ലാത്തൊരുത്തൻ ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ കൈരളിക്ക് വലിയ വാർത്തയാണ്. ഞാൻ തിരിച്ചെത്താം. അത് കേരളത്തിൽ കൈരളിക്ക് വലിയ അഡ്വക്കേറ്റ് K. സരൺകുമാർ, അപ്പൊ താങ്കൾ ആലോചിക്കേണ്ട കാര്യം തകർക്കാൻ ശ്രമിക്കുന്നു എന്നാണ്. കാരണം അദ്ദേഹം ശബരിമല വിഷയത്തിലെടുത്ത നിലപാടാണ് അദ്ദേഹത്തെ ഈ രീതിയിൽ കരിവാരി തേക്കാൻ വേണ്ടിയിട്ട് കർണാടകത്തിലെ ഒരു ഫ്രോഡിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു കള്ള കേസ് ഉണ്ടാക്കിക്കൊണ്ട്, അതൊരു കേസായിട്ട് കോടതിയിൽ പോയിട്ടില്ല, ഒരു പോലീസിന്റെ മുന്നിൽ പോലും ഒരു പരാതിയായിട്ട് പോയിട്ടില്ല. പക്ഷെ ഇത് നമ്മൾ ചർച്ച ചെയ്യാണ്. കാരണം ഇതിന് വലിയ പ്രസക്തി കിട്ടിക്കഴിഞ്ഞു. രാജീവ് ചന്ദ്രശേഖരന്റെ നിലപാടെടുക്കാൻ വേണ്ടി ഒന്നും ശബരിമലയിൽ സംഭവിച്ചിട്ടില്ല. അതുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി SIT ദേവസ്വം ബോർഡിന്റെ ആവശ്യപ്രകാരം. അതുകൊണ്ട് അത് വിടും. കളിക്കാൻ കഴിയുന്നില്ല. ശരി, ഞാൻ തിരിച്ചെത്താം. ശ്രീ അഡ്വക്കേറ്റ് K. സരൺകുമാർ, ഇങ്ങനെ ക്രെഡിബിൾ അല്ലാത്ത ഒരു പരാതിക്കാരൻ്റെ അല്ലെങ്കിൽ ഒരു പരാതിക്കാരൻ്റെ ക്രെഡിബിലിറ്റി ആണോ ഈ വിഷയത്തിൽ നോക്കേണ്ടത്? ഈ പരാതിയുടെ മൂവ്മെൻറ്റുകൾക്ക് നിയമപരമായ സാധുതയും അതിൻ്റെ പ്രൊസീജിയറുകളും നടപടിക്രമങ്ങളും പാലിക്കാത്ത എന്തെങ്കിലും വശങ്ങളുണ്ടോ? താങ്കൾ ഈ പരാതി കണ്ടിരിക്കുമല്ലോ. ഇവിടെ
ഗൗരവമായിട്ടുള്ള പരാതികൾ ഉയർന്നു വരുമ്പോൾ ആ പരാതി ഉന്നയിച്ച പരാതിക്കാരനെ അപകീർത്തിപ്പെടുത്തുക, അദ്ദേഹത്തിൻ്റെ ചരിത്രവും ഭൂമിശാസ്ത്രമൊക്കെ എടുത്ത് വിശദീകരിച്ച് അയാൾ ഒരു ക്രെഡിബിൾ പേഴ്സൺ അല്ലെന്ന് വരുത്തി തീർക്കുക. അപ്പോൾ പരാതിയുടെ ഉള്ളടക്കം ചർച്ച ചെയ്യാതിരിക്കുക എന്നത് കുറച്ച് കാലങ്ങളായിട്ട് അടുത്ത കാലത്ത് ഉയർന്നു വരുന്ന ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് BJP കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെ ഏത് ആരോപണം ഉയർന്നു വന്നാലും അത്തരത്തിൽ ഒരു ക്രെഡിബിലിറ്റി നശിപ്പിക്കുന്ന അല്ലെങ്കിൽ ആ പരാതി ഉന്നയിക്കുന്ന ആളുകളെ ആക്രമിക്കുന്ന ഒരു രീതി നമ്മൾ കണ്ടു. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റിനെതിരെ വളരെ ഗൗരവമായിട്ടുള്ള വിഷയം കേരളത്തിൽ ഉയർന്നു വന്നപ്പോഴും ആ പരാതി ഉന്നയിച്ച സ്ത്രീകളെ ആക്രമിക്കാനും അവരുടെ ക്രെഡിബിലിറ്റി അന്വേഷിച്ച് പോകുന്ന ചില മാധ്യമങ്ങളും ചില വ്യക്തികളെയൊക്കെ നമ്മൾ കണ്ടതാണ്. ഇവിടെ എന്താ, കർണാടക ഇൻഡസ്ട്രീസ് ഏരിയ ഡെവലപ്മെന്റ് ബോർഡ് ഏകദേശം 1,55,000 ഏക്കർ സ്ഥലം ഏറ്റെടുത്ത് കർണാടകത്തിലെ വ്യവസായങ്ങൾ പരിപോഷിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ബോർഡാണ്. അവർ ഏറ്റെടുത്ത ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ആരോപണങ്ങൾ അടുത്ത കാലത്ത് ഉയർന്നു വന്നു. 70% ഭൂമിയും റിയൽ എസ്റ്റേറ്റ് കച്ചവടത്തിന് വേണ്ടി മാറ്റിവെക്കുന്നു. അതുപോലെ അവിടുത്തെ ഇൻഡസ്ട്രിയെ പരിപോഷിപ്പിക്കാനോ ഇൻഡസ്ട്രിയെ ഡെവലപ്പ് ചെയ്യാനോ അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കാനോ വേണ്ടിയിട്ടല്ല ഈ ഭൂമികൾ വിനിയോഗിക്കുന്നത്, റിയൽ എസ്റ്റേറ്റ് കച്ചവടത്തിന് വേണ്ടിയിട്ടാണ്. അത് അന്വേഷിക്കണം എന്നടക്കമുള്ള പല പരാതികളും അടുത്ത കാലത്ത് ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പരാതിക്കാരൻ ജഗദീഷ് കുമാർ ഉന്നയിച്ചിരിക്കുന്ന ആരോപണമുണ്ട്. ഇവിടെ BPLന് ഈ ഭൂമി ലീസിന് കൊടുക്കുമ്പോൾ കൃത്യമായിട്ടുള്ള വ്യവസ്ഥകൾ വെച്ചിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കളർ TV ഉണ്ടാക്കുക, അതുപോലെ ട്യൂബുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇലക്ട്രോണിക്സ് മേഖലയിലെ വികസനത്തിന് വേണ്ടിയിട്ടാണ് വളരെ തുച്ഛമായിട്ടുള്ള വിലയ്ക്ക് കർഷകരിൽ നിന്ന് ഈ ഭൂമി ഏറ്റെടുത്തത്. നമുക്കറിയാം 1 ഏക്കറിനാണ് ഏകദേശം 1,1 ലക്ഷം രൂപ, 1,01,000. അപ്പോൾ 1 സെന്റിന് 1000 രൂപയെ വരുന്നുള്ളൂ. ഇത്തരത്തിൽ വ്യവസായത്തെ പരിപോഷിപ്പിക്കാൻ വേണ്ടി ഏറ്റവും സാധാരണക്കാരുടെ കൃഷിഭൂമി ഏറ്റെടുത്ത് കൈമാറിയിട്ട് അത് കുറച്ച് നാൾ കൈവശം വയ്ക്കുകയും റിയൽ എസ്റ്റേറ്റിലൊക്കെ വലിയ മാറ്റം വരുമ്പോൾ വൻകിടക്കാർക്ക് തന്നെ മാരുതി സുസുക്കിക്ക് അടക്കം, അതുപോലെ മാരുതി സുസുക്കി ഇന്ത്യ ലിമിറ്റഡിന്, BOT ഇന്ത്യക്കൊക്കെ തരംതിരിച്ച് ഏക്കർ കണക്കിന് ഭൂമി കൊടുത്ത് കോടിക്കണക്കിന് രൂപ ലാഭമുണ്ടാക്കിയ BPLും, അതുപോലെ തന്നെ അതിലെ അജിത് ഗോപാൽ നമ്പ്യാർ, അഞ്ജലി, അതുപോലെ രാജീവ് ചന്ദ്രശേഖർ, അതുപോലെ തന്നെ ഇതിനൊക്കെ കൂട്ടുനിന്ന ഫോർമർ മിനിസ്റ്റർ, ഇവർക്കെതിരെ ഒരു പരാതി കൊടുക്കുകയും ആ പരാതി ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ച് അന്വേഷിക്കണം എന്നാവശ്യപ്പെടുകയാണ്. ഡൽഹി ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഭിഭാഷകനാണ് ശ്രീ ജഗദീഷ് കുമാർ എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ അഭിഭാഷകൻ 12ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് വ്യാജാണ്, അതിന് ഇന്ന കോടതി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ആ പരാതിയുടെ ഉള്ളടക്കം മുഴുവൻ പരിശോധിക്കേണ്ടത് പോലും ഇല്ല എന്നൊക്കെ ഇതിൽ നിരീക്ഷകൻ പറയുമ്പോൾ നമുക്ക് ഏത് അന്വേഷണ ഏജൻസിയും ഇത് അന്വേഷിച്ചോട്ടെ എന്നല്ലേ പറയേണ്ടത്? ഒരു ആരോപണം പൊതുസമൂഹത്തിലേക്ക് ഉയർന്നു വരുന്നു. കൈരളി ഒരാഴ്ച മുമ്പ് തന്നെ ഇത് പുറത്തു കൊണ്ടുവന്നു. ഇന്ന് കേരളത്തിലെ പ്രധാനപ്പെട്ട ചാനലുകൾ അതൊരു ബ്രേക്കിംഗ് ന്യൂസായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പൊതുസമൂഹത്തിൽ അത് വലിയ രൂപത്തിൽ സോഷ്യൽ മീഡിയ അടക്കം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം രാഷ്ട്രീയത്തിലോ ഒന്നുമില്ലാത്ത ഒരു വ്യക്തിയായിരുന്നല്ലോ രാജീവ് ചന്ദ്രശേഖർ. എങ്ങനെയാണ് അദ്ദേഹം വലിയ ധനാഢ്യനായിട്ട് മാറിയത്, എങ്ങനെയാണ് വലിയ തരത്തിലുള്ള സ്വത്ത് സമ്പാദിച്ചത് എന്ന ചോദ്യം പൊതുസമൂഹത്തിൽ കുറേ നാളായിട്ടുണ്ട്. അദ്ദേഹം വരുമ്പോൾ തന്നെ BJPയുടെ അഖിലേന്ത്യാ നേതൃത്വത്തിലേക്ക് വരുന്നു, മന്ത്രിയാകുന്നു, വലിയ അംഗീകാരം BJP കൊടുക്കുന്നു. അതോടുകൂടി അദ്ദേഹത്തിൻ്റെ ബിസിനസ്സുകൾ കൂടുതൽ ശക്തിപ്പെടുന്നു, വലിയ കോടീശ്വരനായിട്ട് മാറുന്നു. ഇപ്പോൾ കേരളമായിട്ട് വലിയ ബന്ധമൊന്നും ഇല്ലെങ്കിലും കേരളത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റായിട്ട് വന്നിരിക്കുന്നു. അദ്ദേഹം വന്നതിന് ശേഷം BJPയിൽ വന്ന മാറ്റത്തെക്കുറിച്ചെല്ലാം BJPയുടെ നേതാക്കന്മാർ തന്നെ പല വെളിപ്പെടുത്തലും നടത്തിയത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ BJPയുടെ മുൻ നേതാവ് തന്നെയാണ് ഇപ്പോൾ വലിയ പോസ്റ്റ് മാരാർജി ഭവൻ തന്നെ അടിച്ചു മാറ്റാതെ നോക്കണേ എന്ന് ഉള്ള പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ പരാതി ഗൗരവമായിട്ട് അന്വേഷിക്കാൻ കർണാടകത്തിലെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തയ്യാറാകണം എന്നതാണ് ആവശ്യപ്പെടാനുള്ളത്. ഇപ്പോൾ എല്ലാവരും ഒരു പരാതി ഉയർന്നു വന്നാൽ അത് പരിശോധിക്കാൻ പോലും അർഹമല്ല, അല്ലെങ്കിൽ പരിശോധിക്കേണ്ടതില്ല എന്ന് പറയുമ്പോൾ തന്നെ അതിലൊരു ദുരൂഹതയുണ്ട്. ഇപ്പോൾ അദ്ദേഹം ചീഫ് ജസ്റ്റിസിന് പരാതി കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കർണാടകത്തിലെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, കർണാടക ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസിന് പരാതി അയച്ചിട്ടുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ FIR ആയോ അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് കോടതിയിലെ പ്രൈവറ്റ് കംപ്ലൈന്റ് ആയോ എന്നാൽ മാത്രം ഞങ്ങൾ ചർച്ച ചെയ്യാം എന്ന് പറയുന്നതിൽ യുക്തിയില്ല. ഓരോ പരാതി ഉയർന്നു വരുമ്പോഴും ആ പരാതിയുടെ കണ്ടന്റാണ് വിഷയം. ആർക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നു എന്നുള്ളത് സെക്കൻഡറിയാണ്. പ്രൈമറി ആയിട്ടുള്ള കാര്യം അതിൻ്റെ കണ്ടന്റ് കൃത്യമായി എന്താണ് എന്നതാണ്. ആയിരക്കണക്കിന് കർഷകരുടെ ഭൂമി ഏറ്റെടുത്ത് അത് വ്യവസായ രംഗത്തെ പുരോഗതിക്കും പുതിയ ഇൻഡസ്ട്രി ആരംഭിക്കാനും വേണ്ടി കർണാടകത്തിലെ ഈ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അത് ഏറ്റെടുത്തിട്ട് അത് ഒരു കൃത്യമായിട്ടൊരു കമ്പനിക്ക് കൈമാറുന്നു. ഇന്ന പർപ്പസിന് വേണ്ടി, കളർ TVക്ക് വേണ്ടി, നിർമ്മാണത്തിന് വേണ്ടി, അതുപോലെ ട്യൂബ് ലൈറ്റുകളുടെ നിർമ്മാണത്തിന് വേണ്ടി, അല്ലാതെ റിയൽ എസ്റ്റേറ്റ് കച്ചവടത്തിന് വേണ്ടിയിട്ടല്ലല്ലോ ഈ ഭൂമി കൊടുത്തത്. അപ്പോൾ ആ പർപ്പസിന് ഈ ഭൂമി വിനിയോഗിച്ചില്ലെങ്കിൽ എന്താണ് ഇൻഡിമിനിറ്റി ക്ലോസ് എന്നെല്ലാം അതിൻ്റെ കരാറിൻ്റെ ഭാഗമായിട്ടുണ്ടാകും. അതടക്കം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പരിശോധിക്കണം. അല്ല അവർ ആ ഇൻഡസ്ട്രിയുമായിട്ട് മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ അത് കൃത്യമായി കർണാടക ഇൻഡസ്ട്രിയൽ ഏരിയ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ തന്നെയാണ് ആ ഭൂമി കൈമാറേണ്ടത്. കാരണം പ്രത്യേക പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ഭൂമി കൊടുത്തത്. അത് കൈമാറുന്നില്ലെന്ന് മാത്രമല്ല
റിയൽ എസ്റ്റേറ്റ് കച്ചവടം പോലെ കോടിക്കണക്കിന് ലാഭമുണ്ടാക്കി സ്വന്തം ഇഷ്ടത്തിന് വിൽക്കുന്നതാണ് നാം കണ്ടത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ പ്രത്യേക അന്വേഷണ ഏജൻസി കൃത്യമായിട്ട് തന്നെ അന്വേഷിക്കണം. പ്രത്യേകിച്ച് മന്ത്രിയായിട്ടിരുന്ന ആളാണ് അദ്ദേഹം. ഏതെല്ലാം രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി ഇത് ഉപയോഗിച്ചു? കാരണം അദ്ദേഹത്തിന്റെ ഓഫീസിനെ ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ? പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിന്റെ പരിധിയിൽ ഏതെങ്കിലും നടപടിക്രമങ്ങൾ ചെയ്തിട്ടുണ്ടോ? അതുപോലെ കർണാടകത്തിലെ BJP മിനിസ്റ്റർ ഇരിക്കുമ്പോഴാണ് ഇതിലെ ഭൂരിഭാഗം കച്ചവടങ്ങളും നടന്നത് എന്നതാണ് ഇപ്പം മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ മന്ത്രിസഭയിലെ മന്ത്രിമാർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഓഫീസിൽ അൺഡ്യൂ ഇൻഫ്ലുവൻസ് വന്നിട്ടുണ്ടോ? ഏതെങ്കിലും ഓഫീസിൽ ഉദ്യോഗ വൃന്ദത്തെ ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ? അപ്പോൾ ശരിക്കും അഴിമതിയുടേതായിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു തെളിവുകൾ പുറത്തു വരുന്നതായിട്ടാണ് നമ്മളിപ്പം മനസ്സിലാക്കുന്നത്, ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുന്നത്. ഏതായാലും ഇത്രയും വലിയൊരു ഭൂമി കമ്പവാണം കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തണമെങ്കിൽ ഒരു വ്യക്തിക്ക് തന്നെ സാധിക്കില്ല. അപ്പോൾ കൃത്യമായി കർണാടകത്തിലെ മിനിസ്ട്രിയെയും ഇദ്ദേഹം പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടാകണം, ഉദ്യോഗസ്ഥന്മാരെയും ദുരുപയോഗം ചെയ്തിട്ടുണ്ടാകണം. അപ്പം അതുകൊണ്ട് ഒരു നല്ല ഏജൻസി ഈ വിഷയം അന്വേഷിച്ചാൽ മാത്രമാണ്, പ്രത്യേകിച്ച് ഈ ഭൂമി ലീസായിട്ട് കൊടുക്കുമ്പോഴുള്ള കരാറടക്കം പരിശോധിച്ച് ആ കരാറിലെ വ്യവസ്ഥ പാലിക്കാതെ വരുമ്പോഴുള്ള ഇൻഡിമിനിറ്റി ക്ലോസുകളടക്കം പരിശോധിച്ചുകൊണ്ട് എഫക്റ്റീവായിട്ടുള്ള അന്വേഷണം നടത്തണം എന്നതാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഒരിക്കലും കംപ്ലൈനന്റിന്റെ ക്രെഡിബിലിറ്റി നോക്കി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവം നോക്കി അദ്ദേഹത്തെ സ്വഭാവഹത്യ നടത്താനും അങ്ങനെ പരാതിയുടെ ഉള്ളടക്കത്തിലേക്ക് കടക്കേണ്ടതില്ല എന്ന് പറയുന്നതിൽ തന്നെ ദുരൂഹതയുണ്ട്. അത് വളരെ ഗൗരവമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ച് ഈ വിഷയത്തിന്റെ ഉള്ളടക്കം കൃത്യമായിട്ട് അന്വേഷിക്കണം, സത്യം പുറത്തു കൊണ്ടുവരണം. ഇത്തരത്തിൽ വലിയ കുംഭകോണം നടത്തിയ അഴിമതിക്ക് നേതൃത്വം കൊടുത്ത വ്യക്തിയാണെങ്കിൽ അദ്ദേഹം ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ തുടരേണ്ടതുണ്ടോ എന്ന് അദ്ദേഹം തന്നെയാണ് തീരുമാനിക്കേണ്ടത്. അത്തരം കാര്യങ്ങളെല്ലാം പൊതുസമൂഹത്തിൽ വളരെ ലൈവായിട്ട് ചർച്ചയായിരിക്കുന്ന വിഷയത്തിൽ അത് അന്വേഷിക്കേണ്ടത് പോലുമില്ല എന്ന് പറയുന്നതിൽ ഒരു മെറിറ്റുമില്ല എന്ന് തന്നെയാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായും ശ്രീ M. ജയചന്ദ്രനിലേക്ക് വരുന്നതിന് മുമ്പ് കോൺഗ്രസ് നേതാവ് ശ്രീ വസന്ത് സിറിയക്കിലേക്ക് ഈ അഭിഭാഷകൻ KN ജഗദേശ് പറഞ്ഞ ഈ വാക്കുകൾ കൂടി ഒന്ന് കേൾക്കണം താങ്കളിലേക്ക് വരുന്നതിന് മുമ്പ്. അഭിഭാഷകനിലേക്ക്. Big scam which taken place in an land which was acquired from KADB and got allotted by Mr. Raju Chandrasekhar, the Rajya Sabha member and present BJP chief of Kerala's father-in-law, Mr. Gopal Nambiyar, and his wife, Raju Chandrasekhar, wife and his father-in-law, Gopal Nambiyar, got allotted a land from a KADB. KADB stands for Karnataka Industrial Development Corporation, to setting up a color tube manufacturing unit in 1995, and the land was leased from KADB, Industrial Development Board, to Raju Chandrasekhar, father-in-law and wife. Raju Chandrasekhar wife, in which Raju Chandrasekhar wife is also BPL India Limited. The company name is BPL India Limited, for which Raju Chandrasekhar wife and father-in-law both are directors, and with other directors. And in 1996 they got allotted, and the land was given to set up a I think PV manufacturing tube company. തീർച്ചയായിട്ടും ഇതിങ്ങനെ പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളിൽ ഏറ്റവും അടിവരയിടേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ വസന്ത് സിറിയക്കിൻ്റെ മുമ്പിലേക്കിടാം. അതായത് ഇപ്പോൾ അദ്ദേഹത്തിന് വലിയ സമ്മർദ്ദം BJP MLA-മാരുടെ ഭാഗത്തുനിന്ന്, BJP നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നുണ്ട്, ഭീഷണി ഉണ്ടാകുന്നുണ്ട്. ഇവിടെ അദ്ദേഹത്തിന് വേണ്ടവണ്ണമുള്ള ഒരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഒരു പരാതിക്കാരൻ എന്ന നിലയിലുള്ള സംരക്ഷണം ഈ വിഷയത്തിൽ കർണാടകയിലെ കോൺഗ്രസ് നൽകുന്നില്ല എന്നുകൂടി അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. ശ്രീ വസന്ത് സിറിയക്ക്. വളരെ തെറ്റാണ്. കാരണം കർണാടകയിലെ കോൺഗ്രസ് ഇന്നും കഴിഞ്ഞ ദിവസങ്ങളിലും ഈ വിഷയം ടേക്കപ്പ് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും തന്നെ ഈ വിഷയത്തിൽ പ്രതികരിച്ചു വരികയുമാണ്. പക്ഷെ എന്താണ് ഈ വിഷയത്തിൽ BJP ദേശീയ നേതൃത്വത്തിന്റെ നിലപാട്? കാരണം സംസ്ഥാന നേതൃത്വത്തിൽ മുമ്പുണ്ടായിരുന്ന രണ്ടു പക്ഷങ്ങളെ, മുരളീധര പക്ഷത്തെയും കൃഷ്ണദാസ് പക്ഷത്തെയും വെട്ടിനിർത്തിക്കൊണ്ടാണ് അതിന് മുകളിലേക്ക് ഡൽഹിയിൽ നിന്ന് രാജീവ് ചന്ദ്രശേഖരനെ കെട്ടിയിറക്കുന്നത്. രാജീവ് ചന്ദ്രശേഖരൻ കേന്ദ്രമന്ത്രിസഭയിലേക്ക് വരുമ്പോൾ തന്നെ കേരളത്തിലെ ഒരു നേതാക്കളുടെയും അഭിപ്രായം പരിഗണിച്ചിരുന്നില്ല എന്നൊരു വാദം കേരളത്തിലെ BJP കേന്ദ്ര നേതൃത്വത്തിന്റെ മുമ്പിൽ വെച്ചിരുന്നു. അങ്ങനെ വെക്കുമ്പോൾ അത് കേരളത്തിൽ നിന്നല്ല, അദ്ദേഹത്തെ കർണാടകയിൽ നിന്നാണ് ഞങ്ങൾ പരിഗണിക്കുന്നത് എന്ന് പറഞ്ഞാണ് ഒഴിവായത്. പക്ഷെ പിന്നീട് ഈ പ്രശ്നം പറഞ്ഞിരുന്ന എല്ലാവരുടെയും മുകളിലേക്ക്, മുരളീധരന്റെ മുകളിലേക്ക്, കൃഷ്ണദാസിന്റെ മുകളിലേക്ക്, അല്ലെങ്കിൽ ഈ പറയുന്ന മുൻ സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ളവരുടെ മുകളിലേക്ക്, ശോഭാ സുരേന്ദ്രന്റെ അടക്കം കൂമ്പ് വാട്ടിക്കൊണ്ട് കൂമ്പെ നുള്ളിക്കളഞ്ഞുകൊണ്ടാണ് BJPയുടെ കേന്ദ്ര നേതൃത്വം ഇദ്ദേഹത്തെ ഇവിടെ കെട്ടിയിറക്കുന്നത്. പ്രത്യേകിച്ച് തിരുവനന്തപുരം സീറ്റിൽ ആദ്യം മത്സരിപ്പിക്കുന്നു. അതിനുശേഷം
എന്ത് ചെയ്യുന്നു, ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റായി അവരോധിക്കുന്നത്. അത് അവരോധിക്കുന്ന സമയത്ത് തന്നെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം വളരെ കൃത്യമായി ആരോപിച്ചു ഇതിന് പിന്നിൽ, അതായത് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തിന് പിന്നിൽ വരെ വലിയ മണിക്കിലക്കമുണ്ട് എന്നാണ് ഞങ്ങൾ ആരോപിക്കുന്നത്. സംസ്ഥാന പ്രസിഡന്റായി ABVP-യിലൂടെ കടന്നു വന്നിട്ടില്ലാത്ത, RSS-ഉമായി പുലബന്ധം പോലും ഇല്ലാത്ത, യുവമോർച്ചയോ BJP-യുടെയോ ഏതെങ്കിലും ഒരു ഘടകത്തിൽ പോലും പ്രവർത്തിച്ചിട്ടില്ലാത്ത, കേന്ദ്രമന്ത്രി ആയതിനു ശേഷം മാത്രം BJP-യുടെ ഫുൾ ഫോം പഠിച്ചിരുന്ന, അതിനു മുമ്പ് BPL ആണ് അദ്ദേഹത്തിന്, B for BPL എന്നതായിരുന്നു അദ്ദേഹത്തിന് അറിയാമായിരുന്നത്. പിന്നീടാണ് കേന്ദ്രമന്ത്രി സ്ഥാനമൊക്കെ തളികയിൽ കിട്ടിയ ശേഷമാണ് B for BJP എന്ന് പറയാൻ അദ്ദേഹം പഠിച്ചത്. അങ്ങനെ മാത്രം പഠിച്ച ഒരാളെ ഒരു സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് അവരോധിച്ചത് തന്നെ ആ സംഘടനയെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ മൂല്യച്യുതിയുടെ ഭാഗമാണ്. അത് മൂല്യച്യുതിയുടെ മാത്രം ഭാഗമല്ല, അതിന് പിന്നിൽ വലിയ മണിക്കിലുക്കം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP-യുടെ മെയിൻ ഫണ്ട് സോഴ്സ് അത് രാജീവ് ചന്ദ്രശേഖരനായിരുന്നു. BJP-ക്ക് കേരളത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഫണ്ട് കൊടുത്തത് രാജീവ് ചന്ദ്രശേഖരനാണ്. BJP-യുടെ മെഷീനറിയെ പ്രവർത്തിക്കാനുള്ള പണം കൊടുത്തത് രാജീവ് ചന്ദ്രശേഖരനാണ്. അപ്പൊ ഈ പണമൊക്കെ എവിടെ നിന്ന് വന്നു എന്നത് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ആരോപണം അന്ന് തന്നെ ഇപ്പോഴും തീർച്ചയായും ശ്രീ M. ജയചന്ദ്രൻ, ഇതിനകത്ത് നിരവധി വാർത്തകൾ വരുന്നുണ്ട്. കൈരളി ന്യൂസ് ഇത് ഒരാഴ്ച മുമ്പ് നൽകിയതാണ്. തൊട്ട് പിറ്റേന്ന് തന്നെ ഇതിലുള്ള പ്രതികരണം അദ്ദേഹം നടത്തി. കൈരളിയെ ആക്ഷേപിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്, ഈ രാജീവ് ചന്ദ്രശേഖർ. കൈരളി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചുള്ളൂ എന്നൊക്കെ വലിയ ആക്ഷേപസ്വരത്തിൽ അദ്ദേഹം പറഞ്ഞിട്ട് പോയി. അത് നമ്മൾ കണ്ടു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത, ഇദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ചാനലടക്കം നിരവധി വസ്തുതാവിരുദ്ധ വാർത്തകൾക്ക് സ്പേസ് നൽകുന്ന, ടൈം നൽകുന്ന ഈ ചാനൽ ഈ വിഷയം മാത്രം ചർച്ച ചെയ്യാതെ മുക്കുകയാണ്. അതൊന്ന്, മാധ്യമ എത്തിക്സിൽ പെടുന്നതാണോ അത് എന്നുള്ളത്. രണ്ട്, ഇവിടെ വസന്തും KS അരുൺകുമാറും ഒക്കെ ചോദിച്ചൊരു കാര്യമുണ്ട്. ഇങ്ങനെ ഒരാളെ, അഴിമതിയുടെ മുഖത്ത് നിന്ന ആളെ എങ്ങനെയാണ് BJP-യുടെ തലപ്പത്തേക്ക് കേരളത്തിൽ കൊണ്ടുവരാനാകുന്നത്? അജിംഷാദെ, കേൾക്കാമോ? ആ അല്ലാതെ ഈ രാജീവ് ചന്ദ്രശേഖരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പറയുമ്പോൾ അതൊരു വലിയ ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് പറയാൻ, ഒരു ചർച്ചയിൽ പരിമിതികളുണ്ടല്ലോ. എങ്കിലും കേട്ടിട്ടുള്ള 90-ലോ 91-ലോ ആണല്ലോ ഇദ്ദേഹം കർണാടകയിൽ ആയിരുന്നു. അത് കഴിഞ്ഞ് BP-യുടെ ഉടമയായ നമ്പ്യാരുടെ മകളെ വിവാഹം കഴിക്കുന്നു. അതിനുശേഷം അവരുടെ കുടുംബത്തിലുണ്ടായ ചില ഉൾപ്പിരിവുകൾ, പ്രശ്നങ്ങൾ, അതൊക്കെ അവരുടെ സ്വകാര്യ കാര്യങ്ങളായിരിക്കാം. എങ്കിലും പുറത്തു വന്നിട്ടുള്ളത് അങ്ങനെയല്ല. 95-ൽ മൊത്തം ഇതിന്റെ ഉടമസ്ഥാവകാശവും പിടിച്ചെടുക്കത്തക്ക നിലയിലേക്ക് രാജീവ് മാറുന്നു. പിന്നീട് അത് 2005 ആവുമ്പോഴേക്ക് SR ഗ്രൂപ്പിനെ വലിയ വിലയ്ക്ക് വിൽക്കുന്നു. ആ വിൽപ്പനയുടെ ഇടയ്ക്ക് തന്നെ ഏഷ്യാനെറ്റിലൂടെ വാങ്ങിക്കുകയും ചെയ്യുന്നു, അത് ഏഷ്യാനെറ്റ് ന്യൂസിനെ. അവിടെ കർണാടകത്തിൽ മറ്റൊരു പേരിൽ വേറൊരു സമാന സ്ഥാപനവും മീഡിയ സ്ഥാപനം തുടങ്ങുന്നു. ഇതൊക്കെയാണ് കേട്ടിരുന്ന കഥ. ആ കഥയ്ക്കൊക്കെ വസ്തുതകളുടെ വലിയ പിൻബലം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് അറിയുകയും ചെയ്യാം. പക്ഷെ നമ്മൾ അതിന് ചെകഞ്ഞു പോകാൻ തയ്യാറാവാത്തത് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും സാധാരണഗതിയിൽ നമ്മുടെ ഒരു രീതിയല്ല. അങ്ങനെ അതിന്റെ പിന്നാലെ പോകുന്നതും അത്തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വലിച്ച് എറിയുന്നതും വലിച്ചലക്കുന്നതും ഒന്നും അങ്ങനെയല്ല. പക്ഷെ പിന്നീട് വരുന്ന കാര്യങ്ങൾ, ഇപ്പോൾ വന്നിരിക്കുന്ന ഈ കർണാടകയിലെ ഈ ബാങ്കിന്റെ പ്രശ്നം, ഇൻഡസ്ട്രിയൽ ഏരിയ ഡെവലപ്മെന്റ് ബോർഡ് കർണാടകയിലെ, അതടക്കം മുമ്പോട്ട് വെച്ചിട്ടുള്ള പ്രശ്നങ്ങൾ. കേൾക്കാം പറഞ്ഞു. ഹലോ, പ്രശ്നങ്ങൾ അതീവ ഗുരുതരമാണ്. അതിൻ്റെ അകത്ത് ഇവിടെ അദ്ദേഹത്തിന്റെ ചാനലിന്റെ സ്വഭാവം അറിയാമല്ലോ. എല്ലാ ദിവസവും രാത്രിയിൽ 2ഉം 3ഉം പേരെ നിരത്തിയിരുത്തി ഒരു ആങ്കർ നിരന്തരം പിണറായി വിരുദ്ധത ഛർദ്ദിച്ചുകൊണ്ടേയിരിക്കുക. അതിനെ പോഷിപ്പിക്കുന്ന രീതിയിൽ പാനലിസ്റ്റുകൾ നിരന്തരം വർത്തമാനം പറഞ്ഞുകൊണ്ടേയിരിക്കുക. അതാണ് കേരളത്തിന്റെ അടിസ്ഥാന പ്രവണത എന്നുള്ള നിലയിലേക്ക് പ്രചരിപ്പിക്കുക. കൈരളിയുടെ ആൾക്കാരാരെങ്കിലും ഈ രാജീവ് ചന്ദ്രശേഖരുമായി ബന്ധപ്പെട്ട പ്രസ് മീറ്റിലോ മറ്റോ വന്നാൽ, നീ ഏതാ ചാനൽ എന്നുള്ള നിലയിൽ വളരെ ധാർഷ്ട്യത്തോടു കൂടിയുള്ള ഒരു മാടമ്പി സ്വഭാവത്തോടു കൂടിയുള്ള ഒരു മുതലാളിത്ത രീതിയിലുള്ള പെരുമാറ്റം അലങ്കാരമാക്കിക്കൊണ്ട് നടക്കുന്ന ഒരു മാന്യനായിട്ടാണല്ലോ
രാജീവ് ചന്ദ്രശേഖർ ഇവിടെ വരുന്നത്. എന്നിട്ട് ശബരിമലയിൽ വലിയ കൊള്ള എന്ന് കഴിഞ്ഞ കുറെ ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ നിയമിച്ചതാരാണ്? ഈ ഇത്തരം നടപടികളൊക്കെ എടുക്കാനായിട്ട് തീരുമാനമെടുത്തത് ഹൈക്കോടതിയാണെന്നും ഹൈക്കോടതി ഒരു SIT-യെ ഉണ്ടാക്കി എന്നുള്ളതൊക്കെ മറന്നുകൊണ്ട്, അല്ലെങ്കിൽ അതിനൊക്കെ അവഗണിച്ചുകൊണ്ട് ഞങ്ങൾ നേരെ കേന്ദ്രത്തിലേക്ക് പോയി ഇപ്പൊ ഉത്തരവ് വാങ്ങിച്ചുകൊണ്ട് വരും. ഏതിനാ? CBI-ക്ക്. അങ്ങനെ ഇരിക്കെയാണ് ഈ ഇദ്ദേഹത്തിനെതിരെ ബഹുമാനപ്പെട്ട രാജീവ് ചന്ദ്രശേഖരൻ BJP-യുടെ സംസ്ഥാന പ്രസിഡന്റിനെതിരെ തന്നെ CBI അന്വേഷണം വേണം, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം വേണം എന്ന് പറഞ്ഞ് ഒരു അഭിഭാഷകൻ കത്തയക്കുന്നത്. അപ്പൊ കത്തയക്കുമ്പോഴാണ് നമ്മുടെ ഇപ്പൊ പാനലിലുള്ള BJP-യുടെ പ്രതിനിധി തന്നെ പറയുന്നത് സഹയാത്രികനാണ്. BJP പ്രതിനിധികളെ വിടാൻ തയ്യാറായില്ല. ഞങ്ങൾ അവരെ ബന്ധപ്പെട്ടു. BJP പക്ഷേ ഈ വിഷയത്തിൽ ചർച്ച ചെയ്യാൻ ആളെ വിടാൻ തയ്യാറല്ലെന്നാണ് അവർ തന്നെ പറഞ്ഞത്. ഓക്കെ സഹയാത്രികൻ എന്ന് തന്നെ തിരുത്തുന്നു. അപ്പൊ അദ്ദേഹം ഉൾപ്പെടെ പറയുമ്പോൾ നമുക്കെന്താ പെട്ടെന്ന് ഓർമ്മ വരുന്നത്, ഈ പ്രധാനമന്ത്രിയുടെ ബിരുദം പോലും എന്താണെന്ന് ഇന്ത്യക്കാർക്ക് മനസ്സിലാകാൻ വയ്യാത്ത വിധത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന യൂണിവേഴ്സിറ്റികളാണ് ഇന്ത്യയിൽ ഇപ്പോൾ ഉള്ളത്. അദ്ദേഹത്തിന് ബിരുദം വെളിപ്പെടുത്താൻ പാടില്ലത്രേ. എന്തോ വലിയ ആണവ യുദ്ധം ഉണ്ടാകുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ ബിരുദം വെളിപ്പെടുത്തൽ ഉണ്ടാകുന്ന നിലയിലാണ് പ്രതികരണങ്ങൾ വരുന്നത്. ആ നാട്ടിലാണ് അഭിഭാഷകന്റെ യോഗ്യതയെ പറ്റി BJP സഹയാത്രികന്റെ വിലാപം വരുന്നത്. അതൊക്കെ കേട്ടിരിക്കാൻ എനിക്ക് അറപ്പ് തോന്നുന്നുണ്ട് കേട്ടോ. അത്തരം പദപ്രയോഗങ്ങളൊക്കെ വരുമ്പോഴേക്ക് പ്രശ്നം അതല്ലല്ലോ. രാജീവ് ചന്ദ്രശേഖരോട് വന്നതിന് ശേഷം കേരള BJP-ക്കകത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കുത്തിത്തിരിപ്പുകൾ എത്രത്തോളമാണെന്നുള്ളത് താങ്കൾ മനസ്സിലാക്കുന്നില്ലേ ശ്രീ മിഥുൻ? എത്രത്തോളമാണ്? അതിൻ്റെ അകത്ത് നേതാക്കന്മാർ എന്തൊക്കെയാണ് പറയുന്നത് ഈ സംസ്ഥാന പ്രസിഡന്റിനെ പറ്റി? അതാണ് മിഥുൻ, അതാണ് അതായത് ഇവിടെ ശ്രീ മിഥുൻ ഇവിടെ മണ്ണിൽ നിൽക്കുന്ന BJP-യുമായി ബന്ധപ്പെട്ട മണ്ണിൽ ഇവിടെ ബന്ധമുള്ള നേതാക്കന്മാരെ അവോയ്ഡ് ചെയ്ത് ഇങ്ങനെ രാജീവ് ചന്ദ്രശേഖരനെ കെട്ടിയിറക്കുമ്പോൾ ഇത്തരത്തിലൊരു അഴിമതി ആരോപണം ഉള്ള ആളാണ്, ഇത്തരത്തിലുള്ള അഴിമതിയുടെ പശ്ചാത്തലങ്ങൾ ഉള്ള ആളാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണോ എന്നാണ് കോൺഗ്രസ് ചോദിക്കുന്നത്. മാത്രമല്ല ഇത്രയേറെ വലിയ പണം ഈ കാര്യങ്ങൾക്കൊക്കെ രാജീവ് ചന്ദ്രശേഖർ ഉപയോഗിക്കുന്നതിൽ ദുരൂഹതയുണ്ട് എന്നും കോൺഗ്രസ് ആരോപിക്കുന്നു. ഇവിടെ CPIM ആരോപിക്കുന്ന വിഷയങ്ങളും വളരെ അടിവരയിടേണ്ടതാണ്. കാരണം ഈ അഴിമതി ആരോപണത്തിൻ്റെ വസ്തുതയും സ്വഭാവവും അത് വളരെ ഗൗരവവും ഗുരുതരവുമാണ്. ലക്ഷക്കണക്കിന് വരുന്ന കർഷകരെ കബളിപ്പിച്ചുകൊണ്ട് ഈ ഭൂമി വാങ്ങി വർഷങ്ങൾക്ക് ശേഷം ഒരു മുതലാളിക്ക് 1-2 പേർക്ക് ഒരു കുടുംബത്തിന് വിറ്റ് കൈമാറി കോടികൾ തട്ടാനുള്ള ഇടം ആരാണ് തുറന്നു കൊടുത്തത് അതറിയണം എന്ന് CPIM പറയുന്നു. ശ്രീ മിഥുൻ, അത് ശരിയല്ലേ? അജിംഷാദെ, ഞാൻ കർണാടകത്തിലെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. പ്രത്യേകിച്ചും ഈ പറയുന്ന നെലമംഗല കുനികൽ ഭാഗത്തൊക്കെ എനിക്ക് അത്യാവശ്യം ഞാൻ അവിടെ പോയിട്ടും അവിടെയുള്ള കർഷകരൊക്കെ കണ്ടിട്ടും ശീലമുള്ളതാണ്. അപ്പൊ കർഷകരെ ബാധിക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഞാൻ അതിൽ ഏത് BJP നേതാവാണെങ്കിലും അവരുടെ കൂടെ നിൽക്കില്ല. പക്ഷെ എനിക്ക് മുമ്പ് സംസാരിച്ച വ്യക്തി അദ്ദേഹം എത്ര പൊള്ളയായിട്ടുള്ള വാദങ്ങളാണ് ഉന്നയിക്കുന്നത്. ഇദ്ദേഹത്തെയൊക്കെയാണോ നിങ്ങൾ ഈ ചർച്ചയിൽ ഇടയ്ക്കിടയ്ക്ക് കാണാം ഒരു ബുദ്ധിജീവി എന്ന നിലയിൽ കൊണ്ടുവന്നിരിക്കുന്നത്? വ്യക്തിപരമായ ആക്ഷേപപാടില്ല. അദ്ദേഹം വർഷങ്ങൾ നീണ്ട പ്രവൃത്തി പരിചയമുള്ള ഒരു മാധ്യമ പ്രവർത്തകനാണ്. അദ്ദേഹം കേരളത്തിൽ തെളിയിച്ച മാധ്യമ പ്രവർത്തകനാണ്. അതാണ് താങ്കൾ ആദ്യം അഭിഭാഷകനെ ആക്ഷേപിക്കുന്നു, ഇപ്പോൾ BJP എതിർക്കുന്ന മാധ്യമ പ്രവർത്തകനെ, മുതിർന്ന മാധ്യമ പ്രവർത്തകനെ ആക്ഷേപിക്കുന്നു. ഇതല്ല, നമുക്ക് വസ്തുതകളിലേക്ക് പോകാം. അജിംഷാദെ, ഞാൻ വസ്തുതകൾ നിരത്തി സംസാരിച്ചപ്പോൾ താങ്കൾക്ക് അത് അംഗീകരിക്കാനുള്ള മര്യാദ വസ്തുത നിരത്തിയില്ല. അല്ല, മര്യാദയുടെ വിഷയമുണ്ടോ മിഥുൻ? ഇതിൽ ഏത് വസ്തുതയാണ് താങ്കൾ നിരത്തിയത്? താങ്കൾ നിരത്തിയത് അഭിഭാഷകന്റെ ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് അദ്ദേഹത്തിനെതിരെ എന്തൊക്കെയോ പറയുന്നു എന്നുള്ളതല്ലാതെ അദ്ദേഹം ഉന്നയിച്ച വിഷയം, ഇപ്പോൾ ഈ KIAD-യുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഉന്നയിച്ച വിഷയം, അതിനെക്കുറിച്ച് താങ്കളൊന്നും പറഞ്ഞില്ല. താങ്കൾക്കല്ലേ സമയം തരുന്നത്? താങ്കൾ പറയൂ മിഥുൻ. അവർ മര്യാദ കാണിക്കണം. ആ ബുദ്ധിജീവിയോടും പറയൂ ഒന്നും മിണ്ടാതിരിക്കാൻ. ഞാൻ സംസാരിക്കട്ടെ. താങ്കൾ സംസാരിക്കൂ. അഭിഭാഷകൻ എന്ന് പറഞ്ഞ ആൾ അഭിഭാഷകനല്ല എന്ന് അദ്ദേഹം 12ാം ക്ലാസ് തോറ്റ വ്യക്തിയാണ്. 12ാം ക്ലാസിന്റെ സർട്ടിഫിക്കറ്റ് വ്യാജമാണ്.
അതാണ് ഞാൻ ഇവിടെ പറയാൻ ശ്രമിക്കുന്നത്. അല്ല, മിഥുനെ, അത് അതിനെന്താ കോടതി പ്രശ്നം? പറഞ്ഞ കാര്യമാണ്, ഞാൻ 12ാം പറയല്ല. ക്ലാസ്സിൽ തോറ്റ ഒരാൾക്ക് അമരാവതിയിലെ രാജ്യത്ത് പരാതി കോടതി, കൊടുക്കുന്നത് അതായത് നിയമമുണ്ടോ? ആന്ധ്രാപ്രദേശ് മിഥുനെ, ഹൈക്കോടതിയുടെ ഒരു ഉത്തരവുണ്ട്. ചോദ്യം. അതിനെ മിഥുനെ, ഒരു ചോദ്യം. അതിനെ മാനിക്കുന്നില്ലേ? ഞങ്ങളെല്ലാം ഇച്ചിരി ബുദ്ധി തുറന്ന ജീവികളാണെന്ന് ഇരിക്കട്ടെ. മിഥുൻ ഉത്തരം പറ. രാജ്യത്ത് ഒരു പരാതി കൊടുക്കാൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനോ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനോ പരാതി എഴുതി തയ്യാറാക്കി കൊടുക്കാൻ രാജ്യത്ത് ഇത്രാം ക്ലാസ് വരെ വിദ്യാഭ്യാസം വേണം എന്നൊരു നിയമമുണ്ടോ? ഇതിനൊന്ന് പറഞ്ഞുതരാമോ? പിന്നെ എന്താ കുഴപ്പം? അയാളുടെ പരാതി വേണ്ട കേട്ടോ. വാഷിംഗ് മെഷീൻ വീട്ടിൽ വെച്ചാൽ മതി. സഹപാനലിസ്റ്റുകളെ അധിക്ഷേപിച്ചിട്ടല്ല വാഷിംഗ് മെഷീനുമായിട്ട് ഇറങ്ങുന്നത്. രാജീവ് ചന്ദ്രശേഖരൻ പൈസ പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾക്കുള്ള മറുപടി ഞാൻ പറയാം. കോൺഗ്രസ് പ്രതിനിധിയാണ് താങ്കളോട് ചോദിക്കുന്നത്. ഇടയ്ക്കിടപെട്ട് ആളാവല്ലേ? താങ്കളുടെ ചാനലാണ്, താങ്കളുടെ ആളുകളാണ്, താങ്കളുടെ വേദിയാണ്. നിങ്ങൾ അപമാനിക്കുന്നു. എനിക്ക് എന്നെ പറയാൻ വേണ്ടി ഇയാളാണല്ലോ എനിക്ക് പറയാനുള്ള കാര്യം 50 വർഷത്തിനടുത്ത് മാധ്യമ പ്രവർത്തനത്തിൽ പാരമ്പര്യമുള്ള ഒരു മനുഷ്യനെ അപമാനിച്ചിട്ട് അത് കേട്ടിരിക്കാൻ തൽക്കാലം സൗകര്യമില്ല. അയാൾ ഇടതുപക്ഷമായിക്കോട്ടെ ഞങ്ങൾ 5-6 വർഷമായി അങ്ങനെ എന്റെ സാധാരണ അപമാനിച്ചിട്ട് കോൺഗ്രസിന്റെ പ്രതിനിധി വസന്ത് സിറിയക്കാണ് പറയുന്നത്. രാജീവ് ചന്ദ്രശേഖരൻ അത് കൈവച്ചു. ഈ ചർച്ച തുടങ്ങിയ കാലം തൊട്ട് ഇപ്പൊ വരെ അയാൾ പറയുന്നത് ക്രെഡിബിലിറ്റി ഓഫ് ദ പെറ്റീഷണർ ആണ്. ക്രെഡിബിലിറ്റി ഓഫ് ദ പെറ്റീഷണർ ഈസ് നോട്ട് എ മാറ്റർ at all in this country. ശരിയാവുന്നത് petitioner is a fraud. He is not an advocate. Please understand, he is a fraud. He is not an advocate. He is not an advocate. He is a 12th fail. He is a 12th fail. Do you understand that? ആയിക്കോട്ടെ മിഥുനെ, അതിലെന്താ പ്രശ്നം? മിഥുനെ, അതിലെന്താ പ്രശ്നം? നാളെ മിഥുൻ LKG പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ പോലും ഞാൻ LKG ശരി മിഥുൻ ഞാനൊന്ന് ചോദിച്ചോട്ടെ. ശരി, ഇങ്ങനെ ക്രെഡിബിലിറ്റി ഇല്ലാത്ത ആളാണ്, അതുകൊണ്ട് ഇയാളുടെ പരാതി സ്വീകരിക്കേണ്ട, ഇയാൾ പറഞ്ഞ മെറിറ്റുകൾ പരിശോധിക്കേണ്ടെന്ന് കോടതി പറയുമോ? അല്ലെങ്കിൽ BJP നേതാവ് ഇതിനെതിരെ പരാതി കൊടുക്കൂ? BJP നേതാവ് രാജീവ് ചന്ദ്രശേഖർ തന്നെ പരാതി കൊടുക്കൂ ഇതിനെതിരെ? കത്തയച്ചാലാണോ കോടതി സ്വീകരിക്കേണ്ട പരാതി? അദ്ദേഹം ഒരു FIR കൊടുത്തോ? ഒരു സാധാരണ പൗരന്, ശരിയാണ്, അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റി എന്തോ ആയിക്കോട്ടെ, അദ്ദേഹം ഒരു FIR കൊടുത്തോ? അദ്ദേഹം ഒരു മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു പരാതി കൊടുത്തോ? അദ്ദേഹം ഒരു റിട്ട് പെറ്റീഷൻ കൊടുത്തോ? അദ്ദേഹം എവിടെയെങ്കിലും PI എന്തെങ്കിലും കൊടുത്തോ? അതൊന്നും ചെയ്തില്ല. ഒരു കംപ്ലൈന്റ് അയക്കുന്നു, അതിന്റെ ഫോട്ടോ എടുത്തിട്ട് ഇതാ കുറച്ച് മാധ്യമങ്ങൾക്ക് അയക്കുന്നു. അദ്ദേഹത്തിന്റെ ഒരു PR ആക്ടിവിറ്റിയാണ്. അദ്ദേഹം ഇങ്ങനത്തെ PR ഒരുപാട് ചെയ്തിട്ട് കർണാടകത്തിലെ ലോക്കൽസിന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങിയ ആളാണ്. അങ്ങനത്തെ വ്യക്തിയെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ ഇല്ലാത്തൊരു ക്രെഡിബിലിറ്റി കൊടുത്ത് ഒരു ചർച്ച നടത്തി അതിൽ ഈ പറയുന്ന പോലെ കംപ്ലൈനന്റിന്റെ ക്രെഡിബിലിറ്റി ഞാൻ ചോദ്യം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനെങ്കിൽ ചില സംശയങ്ങളൊന്ന് ചോദിച്ചോട്ടെ. മിഥുൻ, ഞാനൊരു സംശയം. ഈ കർണാടക ഇൻഡസ്ട്രിയൽ ഏരിയ ഡെവലപ്മെന്റ് കർണാടക സർക്കാരിൻ്റെ കീഴിൽ 1995 നിരവധി ഫാർമേഴ്സിൽ നിന്ന്, കർഷകരിൽ നിന്ന് ഇത്തരത്തിൽ ഭൂമി 1.1 ലാക്ക് റുപ്പീസിന് പൈസയ്ക്ക് 1 ലക്ഷം രൂപയ്ക്ക് എടുത്ത് ശേഖരിച്ചിട്ടുണ്ടോ? അത് BPL കമ്പനിക്ക് 95 മെയ് 23 നൽകിയിട്ടുണ്ടോ? ആ നൽകിയ സംഭവം ഒരു ഇൻഡസ്ട്രിയൽ പർപ്പസിനാണോ നൽകിയത്? ആ ഇൻഡസ്ട്രിയൽ പർപ്പസ് അവിടെ ഉണ്ടായിട്ടുണ്ടോ? 2024 എങ്ങനെയാണ് ഇവർ സെയിൽ ഡീഡോട് കൂടി ഇത് വിൽക്കുന്നത്? ഇതാണ് എൻ്റെ സംശയം. അത് പറയൂ, അഭിഭാഷകനെ വിടൂ, പറയൂ താങ്കൾ. ഇത് 13 വർഷത്തെ ഒരു അഗ്രിമെന്റ് ആണ്. അത് ലീസ് കം സെയിൽ അഗ്രിമെന്റ് ആണ്. 13 വർഷം കംപ്ലീറ്റ് ചെയ്ത ശേഷം കമ്പനിക്ക് എല്ലാ റൈറ്റ്സും ഉള്ള സമയത്താണ് കമ്പനി ഇത് സെയിൽ ചെയ്യുന്നത്. അതായത് കമ്പനിക്ക് ഈ ലാൻഡിന് മുകളിൽ എല്ലാ അധികാരവുമുണ്ട്. ഇപ്പം അജംഷാദ് ഈ അഗ്രികൾച്ചർ ലാൻഡ്, കർണാടകത്തിലെ അഗ്രികൾച്ചർ ലാൻഡിന്റെ ഒരു സെയിൽ ചെയ്യാനുള്ള രീതി പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അവിടെ 10% മാത്രമേ നമുക്ക് കൺസ്ട്രക്ഷൻ നടത്താൻ പറ്റുള്ളൂ. ഈ സെയിലിന്റെ കാര്യങ്ങളിലും കുറെ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. അതായത് 13 വർഷത്തിന് ശേഷം ലീസ് കം സെയിൽ അഗ്രിമെന്റ് അതിന്റെ എല്ലാ ക്രൈറ്റീരിയയും ഫുൾഫിൽ ചെയ്യുന്നു. അങ്ങനെയാണോ അഡ്വക്കേറ്റ് കെ സരൺകുമാർ? ശരി, മിഥുന്റെ വാദം ക്ലിയർ ആയി. അഡ്വക്കേറ്റ് കെ സരൺകുമാർ കംപ്ലീറ്റ് ചെയ്യൂ. അരുൺകുമാർ ഇവിടെ സ്ഥാപിച്ചെടുക്കാൻ നോക്കിയത് അദ്ദേഹം ഡൽഹി ഹൈക്കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്ന ലോയറാണ്. ഇവിടെ അദ്ദേഹം ഒരു ഫ്രോഡാണെന്ന് കോടതിയുടെ പോലെയാണല്ലോ അഭിഭാഷകന്റെ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത്. അതവിടെ നിൽക്കുമോ? അത് താങ്കൾ പറഞ്ഞല്ലോ. നമുക്ക് ഈ മെറിറ്റ് കേസിന്റെ മെറിറ്റിലേക്ക് വരാവുന്നേ. അഡ്വക്കേറ്റ് കെ സരൺകുമാർ, എങ്ങനെയാണ് പൊസഷനും നോക്കൂ എന്നല്ലേ? വരട്ടെ മിഥുൻ, വെയിറ്റ് ചെയ്യൂ. അഡ്വക്കേറ്റ് കെ സരൺകുമാർ, താങ്കൾ ഒരു അഭിഭാഷകൻ കൂടിയാണ്, CPIM നേതാവ് എന്നതിനൊപ്പം ഒരു അഭിഭാഷകൻ കൂടിയാണ്. ഞാൻ അഭിഭാഷകൻ എന്ന നിലയിൽ കൂടി ആരായുകയാണ്, എങ്ങനെയാണ്
ഇത്തരത്തിൽ ഒരു ഭൂമി ഒരു ഇൻഡസ്ട്രിയൽ പർപ്പസിന് കൊടുക്കുന്നത് സെയിൽ ഡീഡോടുകൂടി അല്ലെങ്കിൽ അത്തരം കൈവശാവകാശങ്ങളോടുകൂടി വിൽപ്പനയ്ക്കുള്ള അവകാശത്തോടുകൂടി ലഭിക്കുന്നത്, വിൽപ്പന നടത്തുന്നത്, അതെങ്ങനെയാണ് ശരിയാകുന്നത്? അതിലൊരു അഴിമതിയുടെ സ്വഭാവമില്ലേ ഇറ്റ്സെൽഫ്? ഈ മിഥുൻ പറഞ്ഞത് തന്നെ ഒരു വേദിക്ക് വേണ്ടി അംഗീകരിച്ചാൽ പോലും, വാദത്തിന് വേണ്ടി അംഗീകരിച്ചാൽ പോലും. ഇവിടെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കൃത്യമായി അന്വേഷിച്ച് കണ്ടെത്തേണ്ട കാര്യം തന്നെയാണ്. ഏതായാലും കർഷകരെ അവർ കൃഷിഭൂമിയിൽ നിന്ന് ഒഴിപ്പിച്ച് അവരുടെ ഭൂമി ഏറ്റെടുക്കുമ്പോൾ ഒരു വ്യവസായ ലക്ഷ്യത്തോടെ വേണ്ടിയിട്ടാണ് ആ ഭൂമി ഏറ്റെടുത്തത്. ആ വ്യവസായ ലക്ഷ്യം കൃത്യമായി തന്നെ BPLന് വേണ്ടി ആ ഭൂമി കൊടുക്കുകയാണ്. 175 ഏക്കർ. ആ 175 ഏക്കറിൽ കൃത്യമായി ഇന്ന പ്രോഡക്റ്റാണ് ഉണ്ടാക്കുന്നത് എന്ന് ഇതിൻ്റെ ഭാഗമായി വരികയാണ്. ഇപ്പോൾ BPL കളർ TVയും അതോടൊപ്പം തന്നെ ട്യൂബ് ലൈറ്റും മറ്റു കാര്യങ്ങളുമാണ്. അപ്പോൾ ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടിയിട്ടാണ് കൃഷിക്കാരെ ആ കൃഷിഭൂമിയിൽ നിന്ന് ഒഴിപ്പിച്ച് അത് കർണാടകത്തിലെ തന്നെ ഇൻഡസ്ട്രിയൽ ഏരിയ ഡെവലപ്മെൻറ്റ് ബോർഡ് ഏറ്റെടുത്ത് ആ ബോർഡ് ആ ഭൂമി ലീസിനായിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ബോർഡ് ഏറ്റെടുക്കുമ്പോൾ ഉള്ള തുകയാണ് നമ്മൾ പറഞ്ഞ 1.1 ലക്ഷം ഒരു ഏക്കറിന്. അതായത് ഒരു സെന്റിന് 1000 രൂപ 1100 രൂപയാണ് താഴെയാണ് വരുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ബോർഡ് ഈ കൃത്യമായിട്ട് ഈ കമ്പനിക്ക് BPLന് കൊടുത്ത എഗ്രിമെന്റ് കൃത്യമായിട്ട് പരിശോധിക്കണം. ആ എഗ്രിമെന്റിൽ തന്നെ കൃത്യമായി ഈ വ്യവസ്ഥകളെല്ലാം ഉണ്ടാകും. ഇൻഡിമിനിറ്റി ക്ലോസ്, നിശ്ചിത വർഷത്തിനുള്ളിൽ ഈ വ്യവസായ സംരംഭം ആരംഭിച്ചില്ലെങ്കിൽ ഈ ഭൂമി ഒന്നെങ്കിൽ ബോർഡിന് തിരിച്ചു വരും, അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള നഷ്ടപരിഹാര ക്ലോസുകളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ പരിശോധിക്കേണ്ട സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ്. നമ്മുടെ മുന്നിൽ അത്തരം ഫാക്ട്സ് ഇല്ല. അപ്പോൾ അതൊക്കെ അന്വേഷിക്കാതെ ഇത് പരാതി ഉന്നയിച്ച ആൾക്ക് 10ാം ക്ലാസ് 12ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് ഇല്ല എന്ന് ബഹുമാനപ്പെട്ട സുഹൃത്ത് അത് വീണ്ടും വീണ്ടും ആരോപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുകയാണ്. എന്തായാലും 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ആൾ 12ാം ക്ലാസ് പഠിക്കില്ല, 12ാം ക്ലാസ് പഠിക്കാത്ത ആൾ ഡിഗ്രി പഠിക്കില്ല, LLB കിട്ടില്ല, അഭിഭാഷകനായിട്ട് പ്രാക്ടീസ്. ഇപ്പൊ പരാതിയിൽ തന്നെ കൃത്യമായി അദ്ദേഹം ഡൽഹി കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റി അല്ല പ്രശ്നം. ഇതിൽ രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ മിനിസ്റ്ററായിട്ടിരുന്ന് ആ മിനിസ്റ്റർഷിപ്പ് കഴിഞ്ഞ് ഇപ്പോൾ BJPയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ടും അഖിലേന്ത്യാ തലത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന നേതാവായിരുന്ന ആളുടെ ക്രെഡിബിലിറ്റിയും അദ്ദേഹത്തിന്റെ ഭാര്യയും അദ്ദേഹത്തിന്റെ ഫാദർ-ഇൻ-ലോയും ഇവരുടെ നേതൃത്വത്തിലുള്ള കമ്പനിയുടെ ക്രെഡിബിലിറ്റിയാണ് ഇവിടെ പ്രശ്നം. ആ കമ്പനി കൃത്യമായി ഈ കർണാടക ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബോർഡിൽ നിന്ന് ഭൂമി ലീസിന് എടുത്തിട്ട് ആ ലീസ് എഗ്രിമെന്റ് പാലിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഈ വ്യവസായ സംരംഭം ആരംഭിക്കാത്തത്? ആ വ്യവസായ സംരംഭം ആരംഭിക്കാതെ വരുമ്പോൾ ഈ ഭൂമി ഒന്നെങ്കിൽ ഈ ബോർഡിന് തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെന്റിന് സറണ്ടർ ചെയ്യണം. ഇതൊന്നും ചെയ്യാതെ അവർ തന്നെ അത് തരംതിരിച്ച് വൻകിട ഡീല് നടത്തിയിരിക്കുന്നു. മറ്റു പല മേഖലകളിലേക്കും റിയൽ എസ്റ്റേറ്റ് കച്ചവടത്തിന്റെ ഭാഗമായിട്ട് മാറ്റി. ഇങ്ങനെയാണെങ്കിൽ ഈ രാജ്യത്ത് തന്നെ വികസന പ്രവർത്തനത്തിന് വേണ്ടി ഏറ്റെടുക്കുന്ന ഭൂമി ഏതെങ്കിലും ഒരു സംരംഭകൻ എഗ്രിമെന്റ് വെച്ച് വാങ്ങിച്ച് കുറച്ച് വർഷം ഹോൾഡ് ചെയ്തിട്ട് അയാൾക്ക് ഇഷ്ടം പോലെ വിൽക്കാമെങ്കിൽ അത് തന്നെ ബിസിനസ്സാക്കി മാറ്റൂലോ എല്ലാവരും. കാരണം ഇത്രയും ലാഭത്തിലുള്ള പരിപാടി വേറെ ഇല്ലല്ലോ. കാരണം ഏകദേശം 1.1 ലക്ഷത്തിന് ഒരു ഏക്കർ വാങ്ങിച്ച് കോടിക്കണക്കിന് രൂപയ്ക്ക് അത് വിൽക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഒരു ഇട നിന്ന് ചെയ്യാൻ കഴിയുന്ന ഒരു ബിസിനസ്സാണ് ഏറ്റവും വലിയ ബിസിനസ്. അതാണ് ഇപ്പോൾ ഈ രാഷ്ട്രീയ നിരീക്ഷകൻ പറയുന്നത്. അതൊന്നും അന്വേഷിക്കേണ്ട എന്ന് പറയുന്ന സാഹചര്യം ഇല്ലല്ലോ. അപ്പോൾ ഇതിന്റെ എല്ലാം എഗ്രിമെന്റും വ്യവസ്ഥകളും എല്ലാമാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പരിശോധിക്കേണ്ടത്. അത് പരിശോധിച്ച് ഇതിൽ കൃത്യമായി ഫ്രോഡ് ഉണ്ട് എന്ന് തന്നെയാണ് നിലവിലുള്ള വിവരവും ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന ഉള്ളടക്കവും മനസ്സിലാക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നത്. അതിന് കർണാടകത്തിലെ തന്നെ മന്ത്രിസഭാ അംഗങ്ങളെയും അതുപോലെ വിവിധ വകുപ്പുകളെയും ഉദ്യോഗസ്ഥന്മാരെയും വരെ ദുരുപയോഗം ചെയ്തിട്ടുണ്ട്. ഒരു അൺഡ്യൂ ഇൻഫ്ലുവൻസ്, ഫ്രോഡ് ഇതിൽ വന്നിട്ടുണ്ട്. ഒരു ക്രിമിനൽ ഒഫൻസ് ഇതിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം FIR തയ്യാറാക്കി അതിന്റെ തുടർ അന്വേഷണം നടത്തിയാണ് ഈ സത്യം കണ്ടെത്താൻ കഴിയുക. അത് ഏറ്റവും വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് പോകട്ടെ എന്നാണ് ഇപ്പോൾ പറയുന്നത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ അഭിപ്രായം പറയുന്ന ഇപ്പൊ ഇത്രയും വർഷം എക്സ്പീരിയൻസ് ഉള്ള മാധ്യമ പ്രവർത്തകൻ വരെ പറയുന്നതിനെ അപകീർത്തിപ്പെടുത്തുന്ന, കളിയാക്കുന്ന, അപമാനിക്കുന്ന, പൊതുസമൂഹത്തിൽ അപമാനിക്കുന്ന ഒക്കെ നമ്മൾ കാണുക. എന്തിനത്ര വികാരം കൊള്ളുന്നത്? എത്ര വൈകാരികമായിട്ട് പെരുമാറുന്നതിനാണ്? ആരോപണം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നു, പരാതി വന്നിരിക്കുന്നു, മുഖ്യമന്ത്രിക്ക് പരാതി വന്നു, ചീഫ് ജസ്റ്റിസിന് പരാതി വന്നു. ആ പരാതി അന്വേഷിക്കട്ടെ എന്നല്ലേ പറയേണ്ടത്? അന്വേഷിച്ച് സത്യം കണ്ടെത്തട്ടെ. ഒരു തരത്തിലും ഈ പരാതിയുടെ ഉള്ളടക്കം ശരിയല്ലെങ്കിൽ അദ്ദേഹത്തെ എല്ലാവിധ ആരോപണം ഇങ്ങനെയാണോ പരാതി കൊടുക്കേണ്ടത് പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ നിൽക്കണ്ട. മിഥുൻ പറയുന്നത് ഇങ്ങനെയാണോ പരാതി കൊടുക്കേണ്ടത്? ഇത് പരാതിയാണോ വിഷയത്തില് ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, ഇതിൽ FIR കൊടുക്കുന്ന ആൾക്ക് ഇഷ്ടമുള്ളതുപോലെ വാക്കാൽ പരാതി കൊടുക്കാം, ഓറലായിട്ട് പരാതി കൊടുക്കാം, റിട്ടേൺ ആയിട്ട് പരാതി കൊടുക്കാം, ഏത് തരത്തിൽ വാചകം എഴുതണം എന്ന് അദ്ദേഹമാണ് ആഗ്രഹിക്കുന്നത്.
പൊതുസമൂഹത്തിൽ പരാതി ഉന്നയിക്കാം. മിഥുൻ, ആ wait ചെയ്യൂ. പരാതിയുടെ അരുൺകുമാർ complete ചെയ്യട്ടെ. എങ്ങനെ വേണമെന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണ അധികാരം അദ്ദേഹത്തിനുണ്ട്. അല്ലെങ്കിൽ BJP തന്നെ ഒരു മാനദണ്ഡം ഉണ്ടാക്കുക. ഈ രാജ്യത്ത് പരാതി പാടില്ല, പരാതി എഴുതാൻ പാടില്ല, കൊടുക്കാൻ പാടില്ല എന്നൊരു മാനദണ്ഡം ഉണ്ടാക്കുക. അന്നേരം നമുക്ക് ചർച്ച ചെയ്യാം. ഇത് തന്നെയാണ് പ്രതിഷേധത്തിന്റെ സ്വരത്തെയും അതുപോലെ ഗവൺമെന്റിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചാൽ അവരെല്ലാം രാജ്യദ്രോഹിയാകും, അവരെല്ലാം കള്ളക്കേസിൽ കൊടുക്കപ്പെടും, അവരെല്ലാം ED കേസിലും CBI കേസിലും പ്രതിയാകും, അവരെ എന്നും വിചാരണ തുടങ്ങുമെന്ന് അറിയാതെ ജയിലിൽ അടയ്ക്കപ്പെടും, അവരൊരിക്കലും പുറത്തിറങ്ങില്ല. ഇതൊക്കെ അങ്ങ് വടക്കേണ്ടിയില് അങ്ങ് വിരട്ടാൻ വേണ്ടി ചെയ്യുന്ന കാര്യമാണ്. അതൊന്നും അങ്ങനെ നടക്കുന്ന കാര്യമല്ല. അതിനൊക്കെ ശക്തമായിട്ട് തന്നെ തിരിച്ചറിഞ്ഞ് ഈ വിരട്ടലിനെ വിലപേശലിനൊക്കെ നേരിട്ടുകൊണ്ട് രാജ്യത്ത് ഒരുപാട് പരാതി ഉയർന്നു വരികയും ആ പരാതി അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. പരാതിയുടെ ഉള്ളടക്കം ശരിയാണെന്ന് ഈ നാടിന് ബോധ്യപ്പെടുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് വിരട്ടാനൊന്നും നിൽക്കണ്ട, പരാതി അന്വേഷിക്കണം എന്ന് കൃത്യമായി തന്നെ ഈ നാട് ആവശ്യപ്പെടുകയാണ്. അങ്ങയുടെ അഭിപ്രായം പറയാം, പക്ഷേ പരാതിയുടെ ഉള്ളടക്കം ഇന്നായിരിക്കണം, പരാതി പറയുന്ന ആൾ ഇങ്ങനെ ആയിരിക്കണം എന്നൊന്നും നിഷ്കർഷിക്കാനും ഈ ചർച്ചയുടെ ഭാഗമായി പങ്കെടുക്കുന്നവരെ അപമാനിക്കാനൊന്നും വിട്ടുതരാൻ തയ്യാറല്ല. അതൊന്നും ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. അതിനൊക്കെ അതിൻ്റെതായിട്ടുള്ള സ്പിരിറ്റോടെ തന്നെ നേരിടും. ഓക്കെ, ശ്രീ വസന്ത് ശ്രീക്ക് ഇവിടെ അഡ്വക്കേറ്റ് KS അരുൺകുമാർ CPIM സൂചിപ്പിച്ചതുപോലെ ഒരു ഭൂമി കൈമാറ്റത്തിന് ചില നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ ലംഘിച്ചിട്ടുണ്ടോ? ഈ പരാതിയിൽ പറയുന്ന വസ്തുതകളൊക്കെ ഉണ്ട്. അത് ഏതർത്ഥത്തിലാണ്, അഴിമതിയുടെ പരിപ്രേക്ഷ്യത്തിലാണോ വികസിച്ചത്? ഇതൊക്കെ അറിയണമെങ്കിൽ ഒരു സമഗ്രമായ അന്വേഷണം വേണം. ആ അന്വേഷണത്തിലേക്കാണ് പോകേണ്ടത്. കർണാടക സർക്കാർ എതിരായി ഇപ്പോൾ ചില ആരോപണങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ അഭിഭാഷകൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്, ജഗദേഷ് കുമാറിൻ്റെ ഭാഗത്തുനിന്ന്. കാരണം വേണ്ടവണ്ണം സംരക്ഷണം ഇല്ല, ഭീഷണിപ്പെടുത്തുന്നു, പരാതി പിൻവലിക്കാൻ BJP തന്നെ. അപ്പോൾ അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കണ്ടേ കർണാടക അദ്ദേഹത്തിന്? അല്ല, അതിന് ഉത്തരം പറയാം. അതിന് മുമ്പ് ശ്രീ മിഥുൻ അദ്ദേഹം ഈ ചർച്ചയുടെ ആദ്യം തൊട്ട് ഇപ്പോൾ വരെ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് ക്രെഡിബിലിറ്റി ഓഫ് ദ പെറ്റീഷണർ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ടേക്ക്. ആ ടേക്ക് നമ്മൾ അംഗീകരിക്കാം. കാര്യം നമ്മൾ രണ്ട് സൈഡ് പറയുമ്പോൾ രണ്ട് സൈഡിലെയും ആൾക്കാരുടെ ക്രെഡിബിലിറ്റി പരിശോധിക്കുക എന്നുള്ളത് ഒരു സാമാന്യ നീതിയായി അംഗീകരിച്ചാൽ എന്താണ് രാജീവ് ചന്ദ്രശേഖരന്റെ ക്രെഡിബിലിറ്റി? ഞാൻ അദ്ദേഹത്തിന്റെ കുടുംബജീവിതത്തിന്റെ ഉള്ളറകളിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നില്ല. പക്ഷെ BPL എന്ന് പറയുന്ന ഒരു സാമ്രാജ്യം, ആ സാമ്രാജ്യത്തിന്റെ അധിപന്റെ മകളെ വിവാഹം കഴിച്ചത് കൊണ്ട് അതിലേക്ക് വരുന്നു. പിന്നീട് ആ അധിപനെ തന്നെ അവിടെ നിന്ന് ചവിട്ടി പുറത്താക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണല്ലോ കഥ, എന്നുള്ളതാണല്ലോ യാഥാർത്ഥ്യം. അതിനുശേഷം അതേ കണക്കിന് കേന്ദ്രമന്ത്രിയാവുന്നു, അതേ കണക്കിന് സംസ്ഥാന BJP പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്ന് ഇവിടെ ഏതാണ്ട് 5 ലക്ഷം രൂപയ്ക്ക് പ്രതിമാസം ഓടിക്കൊണ്ടിരുന്ന BJP 36-35 ലക്ഷം രൂപ ഒരു മാസം BJPയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഓടാൻ വേണമെന്ന് സംസ്ഥാന നേതാക്കൾ തന്നെ കേന്ദ്ര നേതൃത്വത്തിന് പരാതി കൊടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ച രാജീവ് ചന്ദ്രശേഖരന്റെ ക്രെഡിബിലിറ്റിയും അങ്ങ് നേരത്തെ സൂചിപ്പിച്ച 10ാം ക്ലാസ് വിദ്യാഭ്യാസം വെച്ചുകൊണ്ട് അഡ്വക്കേറ്റ് ആണ് എന്ന് പറഞ്ഞു നടക്കുന്ന ആളുടെ ക്രെഡിബിലിറ്റിയും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. രണ്ടും ഈക്വലാണ്, സമാസമമായി മാത്രമേ പോകുകയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രണ്ട്, എനിക്ക് തോന്നുന്നില്ല ഈ പരാതിക്കാരൻ അദ്ദേഹം ബോധപൂർവം, ഏതായാലും സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും ചീഫ് ജസ്റ്റിസിന് ഒരു പരാതി എഴുതാനുള്ള വിവരമുള്ള ആളാണല്ലോ. അപ്പൊ ആ വിവരമുള്ള ആൾ ബോധപൂർവം ആ പരാതിയിൽ തന്റെ ടേക്ക് തന്നെ നഷ്ടപ്പെടുത്തി കളയുന്ന രീതിയിൽ അഭിഭാഷകൻ അല്ലെങ്കിൽ അഡ്വക്കേറ്റ് എന്ന് വെക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി അങ്ങനെ അല്ല എന്ന് തന്നെ ഇരിക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ ശ്രീ മിഥുൻ, അങ്ങേക്ക് 1ാം ക്ലാസ് വിദ്യാഭ്യാസമേ ഉള്ളൂ എന്നിരിക്കട്ടെ, എനിക്കും LKG വിദ്യാഭ്യാസം പോലും അംഗനവാടിയിൽ പോലും ഞാനും പോയിട്ടില്ല എന്നിരിക്കട്ടെ, എനിക്കൊരു പരാതി സമർപ്പിക്കത്തില്ല ഈ രാജ്യത്ത്? എനിക്ക് മറ്റൊരാളോട് പറഞ്ഞ് അയാളെ കൊണ്ട് എഴുതിപ്പിച്ച്, എനിക്ക് അക്ഷര വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ മറ്റൊരാളെ കൊണ്ട് എഴുതിപ്പിച്ചൊരു പരാതി, അതിൽ ഇതായി കയ്യിൽ കുറച്ച് മഷി പുരട്ടിയിട്ട് അതിങ്ങനെ തമ്പിപ്രശ്നം വെച്ചിട്ട് എനിക്കൊരു പരാതി അയക്കാനുള്ള അവകാശം ഈ രാജ്യത്തുണ്ട്. ആ പരാതി ഫയലിൽ സ്വീകരിക്കാനുള്ള സംവിധാനം കേരളത്തിന്റെയും ഇന്ത്യയുടെയും നിയമ സംഹിതകളിൽ എല്ലാം ഉണ്ട്. ഇവിടുത്തെ കോടതികളെല്ലാം അങ്ങനെ തന്നെ ഒരുപാട് കേസുകൾ എടുത്തിട്ടുമുണ്ട്. അങ്ങനെയുള്ള കേസുകൾ സുവോപോട്ടോ കേസുകൾ സ്വമേധയാ കോടതി ചില കത്തുകളുടെ പുറത്ത് കേസെടുക്കാറുണ്ട്. അപ്പൊ അദ്ദേഹം ചോദിച്ചത് ഇവിടെ പില്ല് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ, ക്രിമിനൽ മിസ്അപ്രോപ്രിയേഷൻ പെറ്റീഷൻ കൊടുത്തിട്ടുണ്ടോ, ഏതൊക്കെയാണ്. അപ്പൊ അങ്ങനെയൊന്നും കൊടുക്കാൻ പറ്റത്തില്ലെങ്കിൽ, അങ്ങനെയൊന്നും കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്കെതിരായ കേസ് നിലനിൽക്കില്ല, നിങ്ങൾക്കെതിരെ പരാതി കൊടുക്കണ്ട എന്നൊരു ദാഷ്ട്യം ഉണ്ടെങ്കിൽ അത് കയ്യിൽ വെച്ചാൽ മതി. രണ്ട്, ഈ ചർച്ചയിൽ അദ്ദേഹം പരാതിക്കാരനെ മാത്രമല്ല എന്റെ സഹപാനലിസ്റ്റും പറയട്ടെ എന്റെ സഹപാനലിസ്റ്റും കാലങ്ങളായി എന്റെ സഹപാനലിസ്റ്റ് കൂടിയായിട്ടുള്ള 30-40 വർഷത്തെ മാധ്യമ പ്രവർത്തന രംഗത്തെ പരിചയമുള്ള ഒരാളെ അധിക്ഷേപിച്ചപ്പോൾ അത് കേട്ടിരിക്കാനും തൽക്കാലം സൗകര്യം ഉണ്ടാവില്ല. അങ്ങനെയൊന്നുമല്ല ഒരു ചർച്ചയെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. നിങ്ങൾക്ക് ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ മിഥുൻ പറയുന്നുണ്ടല്ലോ ഈ പരാതിയിലെ ടെക്നിക്കാലിറ്റിയെ പറ്റി. അപ്പൊ ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കാം. നിങ്ങൾക്ക് നിയമം അറിയാമല്ലോ, എങ്ങനെയാണ് പരാതി കൊടുക്കേണ്ടതെന്നും എങ്ങനെയാണ് ഒരാൾ തന്നെ അപമാനിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ അകത്ത് പരാതി കൊടുക്കേണ്ടതെന്നും കൃത്യമായി അറിയാവുന്ന ആളാണല്ലോ രാജീവ് ചന്ദ്രശേഖരനും അദ്ദേഹത്തിന്റെ അനുയായി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രിയ സുഹൃത്തായ മിഥുനും ആണല്ലോ.
അപ്പോ ഈ രാജ്യത്ത് ഡിഫമേഷൻ ആക്ട് എന്നൊരു നിയമമുണ്ട് ഇതിനെ. അതായത് ബോധപൂർവം കരുതിക്കൂട്ടി ഇല്ലാവചനങ്ങൾ പറഞ്ഞ് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളുമായി ആർക്കെങ്കിലും എതിരെ ഇറങ്ങി പുറപ്പെട്ടാൽ അയാൾക്കെതിരെ നിയമപരമായി മുമ്പോട്ട് പോകാനുള്ള ആക്ടാണ് ഡിഫമേഷൻ ആക്ട്. വ്യക്തിഹത്യ നടത്തിയാൽ എന്താ രാജീവ് ചന്ദ്രശേഖരൻ ഒരു 100 രൂപ മുടക്കി ഏതെങ്കിലും വക്കീലിനെ കൊണ്ടൊരു ഡിഫമേഷൻ നോട്ടീസ് കൊടുക്കാത്തത്? എന്താ? നിങ്ങളുടെ സംസ്ഥാന അധ്യക്ഷനെ അപമാനിക്കുന്നു. അതിനകത്ത് BJP എന്ന് പറയുന്ന രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷിയെ തന്നെ ചതിക്കുഴിയിൽപ്പെടുത്താനുള്ള ശ്രമമാണ് എന്ന് കണ്ടുകൊണ്ട് എന്താ BJP ഒരു ലീഗൽ ആക്ഷൻ എടുക്കാത്തത്? ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്, $1 ബില്യൺ ചോദ്യം. എന്താ ഈ വിഷയത്തിൽ സംസ്ഥാന BJP ഘടകത്തിലെ ഏതെങ്കിലും ഒരു നേതാവെങ്കിലും, ഇപ്പൊ മിഥുനല്ലേ ഉള്ളൂ, ഏതെങ്കിലും ഒരു നേതാവെങ്കിലും, നിങ്ങളുടെ മുൻ സംസ്ഥാന പ്രസിഡന്റോ മുൻ കേന്ദ്രമന്ത്രിയോ നിലവിലെ കേന്ദ്രമന്ത്രിമാരോ ഒരാളെങ്കിലും 4 ഫേസ്ബുക്കിൽ എഴുതി രാജീവ് ചന്ദ്രശേഖരനെ പിന്തുണയ്ക്കാത്തത്? 4 വരി ഫേസ്ബുക്കിൽ എഴുതി രാജീവ് ചന്ദ്രശേഖരനെ പിന്തുണയ്ക്കാത്തത്? ശ്രീ എം ജയചന്ദ്രൻ, താങ്കൾ ഒരു കാർഷിക മേഖലയിൽ നിന്ന് കൂടി വരുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ്. നമ്മൾ പലതരത്തിലുള്ള കാർഷിക വൃത്തിക്കായി പാട്ടത്തിന് ഭൂമി എടുക്കാറുണ്ട്, അത് ഉപയോഗിക്കാറുണ്ട്. മത്സ്യകൃഷിക്ക്, മറ്റ് കാർഷിക വൃത്തികൾക്കൊക്കെ എടുക്കാറുണ്ട്. സാധാരണഗതിയിൽ അത്തരത്തിലൊരു കാർഷിക ആവശ്യത്തിനോ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയൽ പർപ്പസിനോ അത് ഓരോ നാടും നിയമിക്കുന്ന രീതിയിലുള്ള ഇന്ന വ്യവസ്ഥകളോടുകൂടി ഒരു ഭൂമി വാങ്ങിയാൽ അതിനുപയോഗിക്കുക എന്നുള്ളതാണ്. ആ പർപ്പസ് വിട്ട് അത് ഉപയോഗിക്കാതിരിക്കുകയും വർഷങ്ങൾക്ക് ശേഷം ആ ഭൂമി വലിയ വിലയ്ക്ക് കൈവശപ്പെടുത്തിയതിന് ശേഷം വിൽപ്പന നടത്തുകയും എന്നിട്ട് സെയിൽ ഡീഡ് ഉണ്ട് എന്ന് പറയുകയും ചെയ്യുന്നതിൽ അസ്വാഭാവികതയില്ലേ? അടിമുടി ശ്രീ എം ജയചന്ദ്രൻ. ഒറ്റ വാക്കി പറഞ്ഞ എന്താണ്? പാട്ടഭൂമിയായിട്ട് തരപ്പെടുത്തി എടുക്കുക, ഏക്കർ കണക്കിന് ഭൂമി, 100 കണക്കിന് ഏക്കർ ഭൂമി പാട്ടഭൂമിയായിട്ട് തരപ്പെടുത്തി എടുക്കുക, എന്നിട്ട് വർഷങ്ങൾക്ക് ശേഷം അതിൽ തിരിമറി നടത്തി അത് വിൽപ്പന നടത്തി അതിൽ നിന്ന് കോടികൾ അടിച്ചു മാറ്റുക, കർഷകർക്ക് തുച്ഛമായ പണം കൊടുക്കുക. ശ്രീ അരുൺകുമാർ പറഞ്ഞതുപോലെ സെന്റിന് 1000 രൂപ വെച്ച് കൊടുക്കുക. ഇത്തരത്തിലുള്ള കൊടിയ അഴിമതി നടത്തുന്ന ഈ കക്ഷിക്ക് സ്വന്തമായി ഒരു ലോ സ്വയം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ബംഗളൂരുവിൽ എന്തുകൊണ്ടാണ് വസന്ത് ചോദിച്ചതുപോലെ ഒരു ഡിഫമേഷൻ കേസ്, അപകീർത്തി കേസ് കൊടുക്കാനുള്ള ത്രാണിയില്ലാതെ പോയത് എന്താണ്? ഇദ്ദേഹം മറുപടിയൊന്നും പറയേണ്ടെന്നേ. കാര്യം അദ്ദേഹം BJPയുടെ നേതാവല്ലേ, സ്റ്റേറ്റ് പ്രസിഡന്റ് അല്ലേ, നരേന്ദ്രമോദിയുടെ വളരെ അടുപ്പക്കാരനല്ലേ, മറുപടിയൊന്നും പറയണ്ട അദ്ദേഹം. പക്ഷെ അദ്ദേഹത്തിന്റെ ലോയേഴ്സ് ഉണ്ടല്ലോ, ഒരു ടീം ഓഫ് ലോയേഴ്സ് ഉണ്ടല്ലോ, അതിൽ ഏതെങ്കിലും ജൂനിയർ ലോയറെ കൊണ്ടെങ്കിലും ഒരു ഡിഫമേഷൻ കേസ് കൊടുപ്പിക്കുകയും അയാളെ കൊണ്ടൊരു സ്റ്റേറ്റ്മെന്റ് ഇറക്കുകയും ചെയ്യാത്ത എന്തുകൊണ്ടാണ്? അപ്പൊ കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ട് എന്ന് എല്ലാവർക്കും പിടികിട്ടി മനസ്സിലായി. അത് നമ്മൾ പറയുമ്പോ ആ പറയുന്ന എന്റെ നേരെ അങ്ങനെ എന്നെ വരട്ടാൻ വന്നാലും ഞാൻ വരലാൻ പോകുന്നില്ല മിസ്റ്റർ. ഇത് കുറെ കണ്ടിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത് കേട്ടോ. പറയാണെങ്കിൽ നേർക്ക് നേരെ പറയണം. നിങ്ങൾ ചാനലിൽ വന്നിരുന്ന അതിന് നിഴലിൽ മറഞ്ഞിരുന്ന് ഇത്തരത്തിൽ ഒളിയം പെയ്ത് ഞാൻ പേടിക്കുന്ന ആളെയല്ല, എനിക്കൊന്നും പേടിയില്ല നിങ്ങളെ ഒന്നും. BJP ഒട്ടുമേ പേടിയില്ല, അത് വേറെ കാര്യം. ആണ് ഇങ്ങോട്ട് ഇങ്ങനെ കുറച്ചോണ്ട് വരുന്നത്. ഇത്രയും വലിയൊരു രാഷ്ട്രീയ അടിമയെ ഞാൻ കണ്ടിട്ടില്ല BJPയുടെ കേട്ടോ. ഏത് വലിയ മാന്യനാണെങ്കിൽ പോലും അദ്ദേഹത്തെ അതേ നാണയത്തിൽ തിരിച്ചടിക്കും എന്ന കാര്യം മനസ്സിലാക്കിക്കൊള്ളട്ടെ. ഒരു ഫ്രോഡിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ കൈരാളിയെങ്കിൽ ഇതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കും, അതേ സ്വരത്തിൽ തന്നെ തിരിച്ചടിക്കും. അഭിഭാഷകനാണെങ്കിലും ഏത് വലിയ മാധ്യമ പ്രവർത്തകനാണെങ്കിലും അതേ നാണയത്തിലുള്ള തിരിച്ചടി ഏറ്റെടുക്കാൻ തയ്യാറായി. ജഗദീഷ് എന്ന് പറയുന്നത് ഒരു ഫ്രോഡിന്റെ പരാതി പോലും ഇല്ലാത്ത ഒരു കാര്യത്തിൽ താങ്കൾ ഇതിനെ ചർച്ചയാക്കി മാറ്റുകയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി അപമാനിക്കുകയാണ്, താങ്കൾ ഇവിടുത്തെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനെ അപമാനിക്കുകയാണ്. ഈ പറഞ്ഞ പോലെ താങ്കൾ ഏതോരുത്തൻ ഒരു അഡ്വക്കേറ്റ് എന്ന ടാഗ് പോലും അയാൾക്കില്ല, അയാളെ ന്യായീകരിക്കാൻ നോക്കാണ്. ഇവിടെ സംസാരിച്ച മാന്യനെ ഞാൻ എന്തോ അദ്ദേഹത്തെ ബുദ്ധിജീവി എന്ന് വിളിച്ചായിരിക്കും ഇത്ര വലിയ അപമാനം. അല്ലല്ല മിഥുൻ, ഈ പരാതിക്കാരനും ചാതുർവർണ്ണ വ്യവസ്ഥയിൽ ഉള്ള പദവി വേണമെന്ന് ഷഠിക്കുന്നത് നമുക്കാകില്ല, ഇന്ത്യൻ ആധുനിക ജനാധിപത്യത്തിനാവില്ല. ഞാൻ ഒരൊറ്റ കാര്യം മിസ്റ്റർ മിഥുൻ, എന്റെ ചോദ്യം ഇതാണ്. ഒന്ന് അതായത് HMTയുടെ അടക്കം പാട്ടവ്യവസ്ഥകൾ ലംഘിച്ച ഭൂമികൾ തിരിച്ചു പിടിച്ച ഒരുപാട് തെളിവുകൾ കേരളത്തിനുണ്ട്.
എന്തുകൊണ്ട് ഇത്തരത്തിൽ ഭൂമി കൈമാറി പാട്ടത്തിന് നൽകിയ ആൾക്ക് അതിന് വിൽപ്പന കരാർ കിട്ടുന്നു? അതിൽ ഒന്ന് അഴിമതിയില്ലേ? അതിൽ അന്വേഷണത്തിന്റെ എലമെന്റുകൾ വേണ്ടേ? അതിൽ അന്വേഷണം വേണ്ടേ? ആ എലമെന്റുകൾ പുറത്തു വരാൻ അന്വേഷണം വേണ്ടേ? ഇനി ഇതൊക്കെ കള്ളമാണെങ്കിൽ ഇതുപോലെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാമല്ലോ. കൈരളിക്ക് നല്ല നമസ്കാരം പറയുകയല്ലോ രാജീവ് ചന്ദ്രശേഖർ ചെയ്യേണ്ടത്. അത് പറയൂ, അതിനുത്തരം പറയൂ. അത് ആലോചിക്കുക. ജഗദീഷ് എന്നൊരു ഫ്രോഡ്, നാട്ടുകാരുടെ കയ്യിൽ നിന്ന് തല്ല് വാങ്ങുന്ന ഒരു ഫ്രോഡ്, അവനെ വെച്ചുകൊണ്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി കമ്പയർ ചെയ്യുന്നത്. ഇയാളുടെ ജേർണലിസ്റ്റിന്റെ ക്രെഡിബിലിറ്റി എന്താണ്? ഇദ്ദേഹം എത്ര വർഷം അല്ല, അദ്ദേഹം അതൊന്നും പറഞ്ഞില്ല. അദ്ദേഹം ഡിഗ്രി സർട്ടിഫിക്കറ്റിന്റെ നിലവിലുള്ള വസ്തുതയെ സംബന്ധിച്ച് പ്രധാനമന്ത്രിക്കെതിരെയുള്ള ഒരു ആരോപണം പറഞ്ഞു എന്നേ ഉള്ളൂ. അതിപ്പോ പ്രധാനമന്ത്രി ആയാലും ആർക്കെതിരെ ആയാലും ഉള്ള വസ്തുത പറയുന്നതിന് എന്താണ്? ഇപ്പോ ഡിഗ്രി സർട്ടിഫിക്കറ്റിന്റെ വിവരം, ആ യൂണിവേഴ്സിറ്റിയുടെ വിവരം, അതൊന്നും ഇത്തരം ഈ RTIയിൽ വരുന്നതല്ല എന്ന രീതിയിൽ ഉത്തരം ലഭിച്ച വസ്തുത ഉണ്ടല്ലോ. അതുകൊണ്ട് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒന്നും അല്ലെന്നേ ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം ഞാൻ ചോദിച്ചതാണ്, എങ്ങനെയാണ് ഒരാൾക്ക് പാട്ടഭൂമിയായി ലഭിക്കുന്ന ഇൻഡസ്ട്രിയൽ പർപ്പസിന്, വ്യവസായ സംരംഭത്തിന് ലഭിക്കുന്ന ഭൂമി എങ്ങനെയാണ് വിൽപ്പന ചെയ്യാനാകുന്നത്? ഒന്ന്. രണ്ട്, ഇത് തെറ്റാണെങ്കിൽ എന്താണ് രാജീവ് ചന്ദ്രശേഖർ കൈരളി ന്യൂസിന് നല്ല നമസ്കാരം പറയാതെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാത്തത്? എന്താണ് മിഥുൻ? അത് പറയൂ. ഈ രണ്ട് ചോദ്യത്തിന് ഉത്തരം പറയുന്നില്ലല്ലോ. രാജീവ് ചന്ദ്രശേഖർ BPL ഡയറക്ടറാണോ? ഡയറക്ടർ ബോർഡ് വിട്ട് എത്ര കാര്യമായി? ഇതൊന്നും അന്വേഷിക്കാതെ, ഇതൊന്നും അറിയാതെ ഒരു ചർച്ച നടത്തുക, അതിൽ കുറച്ച് ആളുകൾ വന്നിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ അപമാനിക്കുക, ഇതൊക്കെ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റിയ കാര്യമാണോ? അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾക്കുള്ള മറുപടി അതേ നാളെ കിട്ടും. അത് ആരായാലും കുഴപ്പമില്ല കേട്ടോ. വലിയ ആളുകളൊന്നും ഇവിടല്ല. അതായത് അഡ്വക്കേറ്റ് K. സരൺകുമാർ, അതായത് അദ്ദേഹം ഒരു മോഡി ഫാൻ കൂടിയാണ്. അപ്പൊ മോദിക്കെതിരെ പറഞ്ഞതുകൊണ്ടുള്ള വേദനയാണ് അദ്ദേഹം കാണിക്കുന്നത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ വസ്തുതകൾക്ക് അഡ്വക്കേറ്റ് K. സരൺകുമാർ ഇപ്പോൾ ഇവിടെ ഉയർന്നു വന്ന വസ്തുതകൾക്ക് മുമ്പിൽ റദ്ദാകുന്നതാണ്. ആ വസ്തുതകൾ റദ്ദാകുന്നതാണോ ഇവർ ഉന്നയിക്കുന്ന പ്രത്യാരോപണങ്ങൾ? ഏതെങ്കിലും തരത്തിൽ ഈ ഉയരുന്ന വസ്തുതകളെ റദ്ദാക്കുമോ അഡ്വക്കേറ്റ് K. സരൺകുമാർ? അവർ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വലിച്ചയച്ചു കഴിഞ്ഞാൽ അത് കേട്ടുകൊണ്ടിരിക്കേണ്ട ആളൊന്നല്ല ഞാൻ. ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. മറ്റുള്ളവർ പറയുന്നത് കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്പറാണ്. നമുക്കറിയാം, പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി പല ഘട്ടത്തിലും പറഞ്ഞിട്ടുണ്ട്, രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ താങ്കളുടെ സമയത്ത് അദ്ദേഹം മിണ്ടിയിട്ടില്ല. അദ്ദേഹം പറയട്ടെ. കാരണം അതൊരു കുതന്ത്രമാണ്. പറയുന്നത് കേൾക്കാതിരിക്കാൻ. വസ്തുതാപരമായിട്ട് നേരിടാനും സത്യമുണ്ടെങ്കിൽ അത് കണ്ടെത്താൻ വേണ്ടി അന്വേഷണ ഏജൻസികൾക്ക് കൃത്യമായിട്ട് അവസരം കൊടുക്കുകയും വേണം. രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ ഏതെങ്കിലും ആരോപണം വരുമ്പോഴേക്കും ഓടി ഒളിച്ചു പോകേണ്ടവരല്ല. അതുകൊണ്ടാണ് സുപ്രീം കോടതി പറഞ്ഞത് നല്ല തൊലിക്കട്ടിയുള്ളവരായിരിക്കണം നേതാക്കന്മാർ. കാരണം ഇത്തരത്തിലൊരു ആരോപണം ഉയർന്നു വരുമ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കൈരളിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാം. ഇന്നിപ്പോ റിപ്പോർട്ടർ ചാനൽ ഇതുമായി രംഗത്ത് വന്നു, അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാം. അല്ല, വസ്തുത ഇതാണ്, ഞങ്ങൾ ഏറ്റിരിക്കുന്ന കരാർ, ഈ ബോർഡുമായിട്ടുള്ള കരാർ ഇന്നതാണ്, ആ കരാർ പ്രകാരം ഇത്ര വർഷം എത്തുമ്പോൾ ഞങ്ങൾക്ക് ഇത് വിൽക്കാനുള്ള അനുവാദം ഉണ്ടെങ്കിൽ അത് പറയാം. കൃത്യമായി സത്യം പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ ഒറ്റ കാര്യം ശ്രദ്ധിക്കണം, അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഒരു BJPയുടെ സംസ്ഥാന നേതാക്കന്മാരോ അഖിലേന്ത്യാ നേതാക്കന്മാരോ രംഗത്ത് വന്നിട്ടില്ല. അതുപോലെ തന്നെ BPL കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും ആരും രംഗത്ത് വന്നിട്ടില്ല. അതുകൊണ്ട് വസ്തുതകൾ കൃത്യമായി വ്യക്തമാക്കുന്നത് ഈ കംപ്ലൈന്റിൽ എന്തൊക്കെയോ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആരൊക്കെയോ ഈ അന്വേഷണത്തെ ഭയപ്പെടുന്നു, ഈ അന്വേഷണത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് സത്യം അന്വേഷിക്കട്ടെ, കൃത്യമായി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഫോം ചെയ്യട്ടെ, അതുപോലെ കോടതിയുടെ തന്നെ നേതൃത്വത്തിലുള്ള അന്വേഷണം നടക്കട്ടെ. ചതിക്കപ്പെട്ട കർഷകർ, ചതിക്കപ്പെട്ട കർണാടകത്തിലെ ബോർഡ്, അതിന് കൂട്ടുനിന്ന മന്ത്രിമാർ, വകുപ്പുകൾ, ഇവരെല്ലാം നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരട്ടെ. രാജീവ് ചന്ദ്രശേഖർ സ്വയം ഇത് തെറ്റാണ്, ഈ ആരോപണം വ്യാജമാണെങ്കിൽ ഇവിടെ വെല്ലുവിളി നടത്തി വരികയല്ല വേണ്ടത്, അതിന്റെ വസ്തുതകൾ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ഭാഗത്തുള്ള തെളിവുകൾ ഹാജരാക്കിയാണ് വേണ്ടത്. ഒരാൾ പോലും അദ്ദേഹത്തെ സംരക്ഷിച്ചുകൊണ്ട് സംസ്ഥാന BJP നേതൃത്വത്തിലെയോ കേന്ദ്ര BJP നേതൃത്വത്തിലെയോ രംഗത്ത് വന്നിട്ടില്ല. കൈരളി ഈ കൃത്യമായിട്ടുള്ള വിവരം പുറത്തു വന്നിട്ട് ഏകദേശം ഒരാഴ്ചയാവാറായി. അതുകൊണ്ട് ആരും രംഗത്ത് വന്നില്ല എന്നുള്ളത് ഗൗരവമായിട്ടുള്ള കാര്യം തന്നെയാണ്. എന്തായാലും പ്രത്യേക അന്വേഷണ ഏജൻസി ഈ വിഷയത്തിൽ അന്വേഷണം നടത്തട്ടെ. തീർച്ചയായും വിരളി പിടിക്കുന്നവർ ഒരു കാര്യം മനസ്സിലാക്കുക, ഇതിനകത്ത് ഒരു സംസ്ഥാന BJP നേതാവ് പോലും പ്രതിരോധത്തിനായി രംഗത്തെത്തിയിട്ടില്ല. മാത്രമല്ല, ഇവിടെ ഉയരുന്നത് വസ്തുതാവിരുദ്ധമാണെങ്കിൽ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാനുള്ള വകുപ്പുകളുണ്ട്, അത് ചെയ്യുന്നില്ല. മാത്രമല്ല, ഇത് വാർത്ത പുറത്തു കൊണ്ടുവന്ന കൈരളി ന്യൂസിന് നല്ല നമസ്കാരം പറഞ്ഞ് ആക്ഷേപം ചൊരിയാനായിരുന്നു രാജീവ് ചന്ദ്രശേഖർ ശ്രമിച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ടത് BJPയുടെ സഹയാത്രികരടക്കം മുമ്പോട്ട് വെക്കുന്ന ഒരു വാദങ്ങളും ഇതിൽ ഉയർന്നു വന്ന വസ്തുതയെ റദ്ദാക്കുന്നതല്ല. ചർച്ചയെ ക്രോഡീകരിക്കുമ്പോൾ ചർച്ചയിൽ പങ്കെടുത്തവർക്ക് നന്ദി. ന്യൂസ് ആൻഡ് വ്യൂസിലൂടെ പൂർണ്ണമാകുന്നു.